നീതിമാനായ ഭരണഘടനയെക്കുറിച്ചും നിയമവാഴ്ചയെക്കുറിച്ചും ബോധ്യമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാജിവെച്ച് പോലീസ് സേനയിൽ നിന്ന് പടിയിറങ്ങുകയാണ്. കരിപ്പൂർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിവന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും ക്യാമ്പ് ഓഫീസിലെ മരമുറിയെക്കുറിച്ചും പരാതി നൽകുകയും മലപ്പുറം ജില്ലയെ ക്രൈം ക്യാപിറ്റലാക്കാനുള്ള പോലീസ് ഗൂഢാലോചനയെ തുറന്നുകാട്ടുകയും ചെയ്തത് തന്നെയാണ് ഇദ്ദേഹം ചെയ്ത കുറ്റം. ഇത് ചെയ്ത തന്നെ ഈ സിസ്റ്റം വേട്ടയാടുകയായിരുന്നുവെന്നാണ് SI ശ്രീജിത്തിന്റെ പരാതി. കള്ളന്മാരെ ചൂണ്ടിക്കാട്ടിയ തന്നെ സിസ്റ്റം കൊലപാതകിയാക്കി ചിത്രീകരിച്ചുവെന്ന് പറയുന്നു ശ്രീജിത്ത്. ആരോപണ വിധേയരായ MR അജിത് കുമാറിനും SP സുജിത് ദാസിനും സ്ഥാനക്കയറ്റം നൽകി സംരക്ഷിക്കുന്ന സർക്കാർ പരാതി പിൻവലിച്ച് സർക്കാരിന്റെ പ്രതിച്ഛായ രക്ഷിക്കണമെന്ന് ഇടനിലക്കാർ വഴിയും CPM നേതൃത്വം വഴിയും അഭ്യർത്ഥിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. പോലീസ് ഭരണത്തിൽ ഈ സർക്കാരിന് എന്ത് പ്രതിച്ഛായയാണ് ഇനി ബാക്കിയുള്ളത്? നീതിമാന്മാരായ പോലീസുകാരെ കുരുതി കൊടുക്കുന്ന പോലീസ് മന്ത്രിക്ക് മറുപടിയുണ്ട്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി ഇടത് സഹയാത്രികൻ റജി ലൂക്കോസ്, റിട്ടയർഡ് SP ജോർജ് ജോസഫ്, യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിർ എന്നിവർ. ആദ്യം റജി ലൂക്കോസിലേക്ക്. ലൂക്കോസ്, ഇവിടെ SI ശ്രീജിത്ത് രാജിക്കത്ത് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് തന്നെ രസകരമാണ്. കള്ളന്മാരെ ചൂണ്ടിക്കാട്ടിയ തന്നെ ഈ സിസ്റ്റം കൊലപാതകിയാക്കി മാറ്റുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അതോടൊപ്പം അദ്ദേഹം വെളിപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറത്തെ CPM നേതൃത്വം അദ്ദേഹത്തോട് പരാതി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് സമീപിച്ചു അത്രേ. സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിക്കുമെന്നായിരുന്നു അവരുടെ പരാതി. ഇന്ന് പുറത്തു വരുന്നൊരു വാർത്ത, ഇദ്ദേഹം ആരോപണം ഉന്നയിച്ച ഇപ്പോൾ AIG ആയ സുജിത് ദാസ് ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസറായി നിയമിതനായി എന്നുള്ളതാണ്. അജിത് കുമാർ DGP ആയി സ്ഥാനക്കയറ്റം കിട്ടിയത് നമുക്കറിയാം, പ്രൊമോഷൻ കിട്ടി. യഥാർത്ഥത്തിൽ ഈ സിസ്റ്റം ആരെയാണ് സംരക്ഷിക്കുന്നത്, ആരെയാണ് വേട്ടയാടുന്നത്? ഈ സിസ്റ്റം സംരക്ഷിക്കുന്നത് അജിംസ അത് കേരളത്തിലെ പൊതുജനത്തെയാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ ആ ഉദ്യോഗസ്ഥൻ്റെ ബൈറ്റ്, പ്രത്യേകിച്ച് മീഡിയ കൊണ്ട് വന്ന ഇന്നത്തെ ദീർഘമായ ബൈറ്റ് ഞാൻ കണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന സോഴ്സിലൂടെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ താങ്കൾ ആദ്യം ഈ ഇൻട്രോയിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശരിയാണെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ബ്ലൈൻഡായിട്ട് നമ്മൾക്ക് ആരെ എതിർക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരു അത്യാവശ്യം നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ രണ്ടുമൂന്ന് വീഴ്ചകൾ, ഒന്ന് അദ്ദേഹം വളരെ പോലീസ് സേനയുടെ അച്ചടക്കത്തിൻ്റെ ലംഘനങ്ങൾ അദ്ദേഹം ഒന്ന് രണ്ട് സ്ഥലത്ത് അദ്ദേഹം ലംഘിച്ചു എന്നൊരു പരാതിയുണ്ട്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ തന്നെ അത് പുറത്തു വരുന്നുണ്ട്. പിന്നെ അവിഹിതമായ ഒന്ന് രണ്ട് രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് താക്കീത് കൊടുത്തു. പക്ഷേ അതിലുപരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന SP ആയി അവിടുന്ന് മാറ്റപ്പെട്ട, ഇപ്പോൾ ഈ ആരോപണത്തെ തുടർന്ന് പ്രത്യേകിച്ച് PV അൻവർ കൊണ്ടുവന്ന ആരോപണത്തെ തുടർന്ന് മാറ്റപ്പെട്ട സുജിത് ദാസിൻ്റെ ഭാഗത്തു നിന്നും ഇദ്ദേഹത്തിന് ചില ഡിസ്റ്റർബൻസ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് യാതൊരു തർക്കമില്ല. അതൊക്കെ ഈ പോലീസ് സേനയുടെ ഒരു പതിവ് കാഴ്ചപ്പാടുകളാണ്. ഏറ്റവും താഴേക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ മേലുദ്യോഗസ്ഥന്മാരെ ഹരാസ് ചെയ്യുക, അച്ചടക്കത്തിൻ്റെ ഭാഗത്തിലുള്ള ഇപ്പോൾ ഇവിടെ പ്രഗത്ഭനായ ഒരു റിട്ടയർഡ് SP ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, നമുക്കെല്ലാം അറിയാം. പക്ഷേ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അച്ചടക്കത്തിന് ഉപരിയായിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നിർഭാഗ്യകരമായി പോയി. എന്താണ് അദ്ദേഹം അച്ചടക്കം ലംഘിച്ച് ഉപയോഗിച്ച വാക്കുകൾ? എന്തായിരുന്നു അദ്ദേഹം അച്ചടക്കം ലംഘിച്ച് ഉപയോഗിച്ച വാക്കുകൾ? മേലുദ്യോഗസ്ഥന്മാർക്കെതിരെ ഉദ്യോഗസ്ഥനെതിരെ പരാതി കൊടുക്കുക, വിവരാവകാശ രേഖകളൊക്കെ അതിനു വേണ്ടിയിട്ട് ശേഖരിക്കുക, അതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതൊക്കെ അച്ചടക്കത്തിൽ ലംഘനം തന്നെയാണ്, സംശയിക്കാനൊന്നുമില്ല. അത് അന്ന് വാർത്തകളായിട്ട് പുറത്തു വന്നാണല്ലോ, നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള അത്യാവശ്യം നല്ല അഭിപ്രായമാണ് അവരുടെ ഇടയിൽ നിന്ന് തന്നെ. ഞാൻ ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചു, പേരൊന്നും വെളിപ്പെടുത്തില്ല, ഉണ്ടായത്. അത് എനിക്ക് ബോധ്യമായ കാര്യങ്ങളാണല്ലോ ഈ ചർച്ച ഞാൻ പരസ്യമായിട്ട് പറയുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം ഇന്ന് ഉന്നയിച്ച ഒരു കാര്യം അങ്ങേയറ്റം തെറ്റാണ്. സേനയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം കാണിച്ചൊരു മണ്ടത്തരമാണ്, ഒരു സംശയമില്ല. രാജിവെക്കാൻ പാടില്ലായിരുന്നു. എത്രയെല്ലാം രീതിയിലുള്ള കഠിനമായ പാതകളിലൂടെ ഒരു ഉദ്യോഗസ്ഥൻ അവന്റെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സ്വർണ്ണക്കൊള്ള നടത്തി എന്ന ആരോപണ വിധേയനായ SP സുജിത് ദാസ് മരം മുറിച്ച് കടത്തി. അതിൽ സാധാരണക്കാർ പരാതി പറഞ്ഞാൽ എനിക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെപ്പോലുള്ളവർ പരാതി കൊടുത്താൽ എനിക്കെതിരെ നടപടി സ്വീകരിക്കും. പരാതി പിൻവലിക്കണമെന്നൊരു MLA ഫോണിൽ വിളിച്ച് കെഞ്ചി കേഴുന്ന, നിങ്ങളുടെ അടിമയായി നിന്നോളാം എന്ന് വാക്കു കൊടുക്കുന്ന സുജിത് ദാസ് ഇന്ന് AIG ആണ്, ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസറാണ്. ഇത് ചൂണ്ടിക്കാട്ടിയയാൾ, അയാൾ അച്ചടക്കം ലംഘിച്ചു അത്രേ. അയാൾ സസ്പെൻഷനിൽ തുടരവെയാണ് രാജിവെച്ചിറങ്ങിയത്. അല്ല, അത് ശരിയാണ്. 2 വർഷമായിട്ട് അദ്ദേഹം സസ്പെൻഷനായത്. അല്ല, ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അദ്ദേഹം ഇന്ന് പറഞ്ഞ വേറൊരു വാക്ക്, ഇപ്പോൾ ഈ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശുദ്ധ അസംബന്ധമാണ്. കാരണം ഡേറ്റ വെച്ച് എനിക്ക് പറയാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു സബ് ഇൻസ്പെക്ടർ ആയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞ ദിവസം വരെ ജോലി ചെയ്ത ഒരാൾ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ കള്ളക്കടത്തുകാരുടെയും രാജ്യദ്രോഹികളുടെയും
തലസ്ഥാനമായിട്ട് ചിത്രീകരിച്ചത്. അതുകൊണ്ടാണ്. ഏതുകൊണ്ട് ഈ സുജിത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അതൊക്കെ പച്ച നുണയാണ്. അതായത് എനിക്ക് തന്നെ അറിയാം, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വന്നത് ഹിന്ദുവിലാണ്. ഹിന്ദുവിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വന്നതാണ്. അദ്ദേഹത്തിന്റെ അഭിമുഖം അച്ചടിച്ചു വന്നതാണ്. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു PR ഏജൻസി തങ്ങൾക്ക് നൽകിയതാണ് എന്ന് ദി ഹിന്ദു പറഞ്ഞിട്ടുണ്ട്. ആ PR ഏജൻസിക്കെതിരെ മുഖ്യമന്ത്രി ഇതുവരെ ഒരു കേസ് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ആ PR ഏജൻസിക്ക് വേണ്ടി ഇന്റർവ്യൂ തയ്യാറാക്കിയത് CPM-ന്റെ തന്നെ മുൻ MLA ആയ ഒരാളുടെ മകനാണ്, ഒരു സുബ്രഹ്മണ്യൻ, CD സുബ്രഹ്മണ്യനാണ്. അയാളെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാമെന്ന് മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഇംഗ്ലീഷ് മാധ്യമം അത് പിൻവലിക്കുകയും അവർക്ക് തെറ്റുപറ്റിയതാണെന്നും അവർ മാപ്പ് ചോദിക്കുകയും ചെയ്തു. അത് അജിംസ് മറന്നുപോയോ? അവർ മാപ്പ് ചോദിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞതാണെന്നും അവർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു PR ഏജൻസി നൽകിയതാണ് എന്നാണ് പറഞ്ഞത്. ആ PR ഏജൻസി ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് പരാതിയില്ല. മുഖ്യമന്ത്രിയുടെ പേരിൽ തെറ്റാണ് ആ ആരോപണമെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പേരിൽ അത് കൊടുത്ത ആൾക്കെതിരെ എന്തെങ്കിലും കേസ് വേണ്ടേ? ഒരു കേസ് എടുക്കണ്ടേ? അല്ല, അതിന്റെ വിഷന് വന്ന് അജിംസ് കണ്ടതല്ലേ? ആ ലേഖിക തൊട്ടടുത്തിരുന്നോണ്ട് ചോദിക്കുന്നത് വേറെ 1-2 പേരുണ്ടായിരിക്കാം. അതൊരു പക്ഷേ PR ഏജൻസി ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ മുഖ്യമന്ത്രി പറയാത്ത പച്ചക്കള്ളങ്ങൾ ഒരു മാധ്യമം അടിച്ചിറക്കിയപ്പോൾ അന്ന് തന്നെ കള്ളം എഴുതി കൊടുത്തവർക്കെതിരെ കേസ് വേണ്ടേ? ആ പത്രം എഴുതിയതല്ല, പത്രം ഞങ്ങളല്ല ചെയ്തതെന്ന് പറയുന്നു. PR ഏജൻസി എഴുതി. ഏത് PR ഏജൻസി? മുഖ്യമന്ത്രി പറയുന്നു ഒരു CD സുബ്രഹ്മണ്യൻ, അയാളെ എനിക്ക് ചെറുപ്പത്തിലേ അറിയാം, അയാൾക്കെതിരെ കേസുണ്ടോ? അല്ലേ, അത് ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കട്ടെ. മാധ്യമം എന്ന് പറയുന്ന, അല്ല ക്ഷമിക്കണം, ഒരു പത്രം, അത് ഏത് പത്രം നമുക്കെല്ലാം അറിയാം. ആ പത്രത്തിന് ഉത്തരവാദിത്തമില്ല. ആ പത്രം അറിയാതെ കണ്ട് എങ്ങനെയാ അച്ചടിച്ചു വരുന്നത്? അതല്ലേ പറഞ്ഞേ തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്ന്. CD സുബ്രഹ്മണ്യൻ ആരാണെന്ന് മുഖ്യമന്ത്രി പറയണ്ടേ? അയാൾക്ക് ഈ അഭിമുഖം കൊടുക്കുന്നതിലുണ്ടായ റോളിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയണ്ടേ? ആ പത്രം പറയുന്നു ഞങ്ങൾ PR ഏജൻസി എന്നാണ്. മുഖ്യമന്ത്രി പറയുന്നു ആ PR ഏജൻസി CD സുബ്രഹ്മണ്യനാണെന്ന്. എങ്കിൽ സുബ്രഹ്മണ്യനെതിരെ കേസെടുക്കണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് കേസെടുക്കാനാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏതെല്ലാം മാധ്യമങ്ങൾക്ക് നേരെ കേസ്? മാധ്യമങ്ങളുടെ അല്ലല്ലോ, മാധ്യമം ചെയ്ത് തെറ്റല്ലാതെ മുഖ്യമന്ത്രി തന്നെ പറയുന്നു. മുഖ്യമന്ത്രി തന്നെ അംഗീകരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ പറയുന്നു അതൊരു PR ഏജൻസിയാണ്. ആ ഏജൻസി CD സുബ്രഹ്മണ്യനാണ്. ആ ഹരിപ്പാട് മുൻ MLA-യുടെ മകനാണ്. അദ്ദേഹത്തിന് അറിയാം. അങ്ങനെയാണ് അയാൾക്കെതിരെ കേസെടുക്കണ്ടേ? അയാൾ എന്തിനാണ് മുഖ്യമന്ത്രിയെ മോശമാക്കാൻ വേണ്ടി ഇങ്ങനെ ഇത് കൊടുത്തത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനത് പൂർത്തീകരിക്കട്ടെ. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർ വളച്ചൊടിക്കുന്നതിന് കേസ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒറ്റ മാധ്യമത്തിനും കേസില്ല, മുന്നോട്ട് പോകാൻ. മാധ്യമത്തിനെതിരെ കേസെടുക്കണമെന്നല്ല റജി പറഞ്ഞത്. മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കണമെന്നല്ല പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പേരിൽ തെറ്റായ ഒരു വാർത്താക്കുറിപ്പ്, ഒരു അഭിമുഖം തയ്യാറാക്കി പത്രത്തിന് കൊടുത്തു. അതാണ് പ്രശ്നം. അത് ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. മുഖ്യമന്ത്രിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന ആളാണ്. അയാൾക്കെതിരെ കേസില്ല, അയാൾക്കെതിരെ ഒരു പരാതിയുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്തിനാണ് പോലീസ് എയർപോർട്ടിൽ കയറി സ്വർണം പിടിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. പോലീസിന് എന്താ അധികാരമാണ് കള്ളക്കടത്ത് സ്വർണം പിടിക്കാൻ? അത് കസ്റ്റംസിന്റെ പണിയാണ്. ഇനി പിടിച്ചെടുത്താൽ അത് കസ്റ്റംസിന് കൈമാറുക എന്നുള്ളതാണ് CRPC. എന്തിനാണ് പോലീസ് ചെയ്യുന്നതെന്നാണ് ഈ ശ്രീജിത്തും ചോദിക്കുന്നത്. അതിന്റെ കണക്കാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്ന എന്താ? കള്ളക്കടത്ത് സ്വർണം പിന്നെ പോലീസ് പിടിക്കണ്ടേ? അതിന് അൻവറിന് എന്താ പ്രശ്നം? അൻവർ കള്ളക്കടത്തുകാരുടെ ആളാണോ എന്ന് അൻവറിനെ തീവ്രവാദിയും രാജ്യദ്രോഹിയും കള്ളക്കടത്തുകാരനൊക്കെയാണ് ചെയ്തത് മുഖ്യമന്ത്രി. അല്ല, എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള അജിംസ് പറയിപ്പിക്കത്തില്ല. അതായത് മലപ്പുറം ജില്ലയെ തീവ്രവാദികളുടെയും കള്ളക്കടത്തുകാരുടെയും ഹബ്ബായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞിട്ട് മറുപടി ഞാനത് പറയട്ടെ. അന്നേ ദിവസം നമ്മളൊക്കെ ഡിബേറ്റിൽ പങ്കെടുത്തപ്പോൾ കേരളത്തിൽ വിവരാവകാശത്തിലൂടെ തന്നെ പുറത്തു വന്ന, കേരളത്തിലെ ആഭ്യന്തര പുറത്തുവിട്ടൊരു രേഖയുണ്ട്. അതെന്താ അറിയോ? കേരളത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് 9ാം സ്ഥാനമേ ഉള്ളൂ. 1ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. 2024 തിരുവനന്തപുരം ജില്ലയിൽ 2024 തിരുവനന്തപുരം ജില്ലയിൽ 1,26,000 ക്രൈം കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. അസം മലപ്പുറത്ത് 9ാം സ്ഥാനത്തേ ഉള്ളൂ, കേവലം 66,000 കേസ് മാത്രം. പിന്നെ ഇങ്ങനെ PB അൻവർ മലപ്പുറം ആണ് ഏറ്റവും കൂടുതൽ കുറ്റവാളികളുടെ ഇടമെന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ പോലീസിന്റെ ജുഡീഷ്യൽ അതിർത്തിയില്ലാത്ത എയർപോർട്ടിൽ കയറി സ്വർണം പിടിക്കുന്നു, കേസുകളുടെ എണ്ണം പെരുപ്പിക്കുന്നു. ഇതായിരുന്നു ആരോപണം. അപ്പൊ എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന കള്ളക്കടത്തുകാരെ പിടിക്കുന്നത് തെറ്റാണോ? പിടിച്ച സ്വർണം തിരികെ കസ്റ്റംസിനെ ഏൽപ്പിക്കണം. പുറത്തുനിന്ന് പിടിച്ചാൽ ആ സ്വർണം പിടിച്ചെടുത്ത് കസ്റ്റംസിനെ ഏൽപ്പിക്കണം. അതാണ് CRPC പറയുന്നത്. അങ്ങനെയാണ് പിടിച്ചെടുത്ത സ്വർണം. അതിൽ ഒരു റോളുമില്ല പോലീസിന്. പോലീസ് IPC-യിൽ ഏത് വകുപ്പിട്ട് കേസെടുക്കും സ്വർണ്ണക്കടത്തിന്? അത് എയർപോർട്ടിന്റെ അതിർത്തിക്കുള്ളിൽ അവരുടെ സർവൈലൻസിനുള്ളിൽ പിടിച്ചെങ്കിൽ മാത്രമേ അവർ കൊടുക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം പറയാം. ഒരാള് എയർപോർട്ടിന് പുറത്ത് സ്വർണം കടത്തിക്കൊണ്ടുവന്ന് എയർപോർട്ടിന് പുറത്ത് വെച്ച് പോലീസ് പിടിച്ചു. പോലീസ് ഏത് വകുപ്പ് പ്രകാരം, IPC-യിൽ ഏത് വകുപ്പ് പ്രകാരം കേസെടുക്കും?
കള്ളക്കടത്ത് സ്വർണം പിടിച്ചു, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അധികം സ്വർണ്ണം കയ്യിൽ വെച്ചതിനനുസരിച്ച് പിടിക്കും. എയർപോർട്ടിൽ നിന്ന് വന്ന ഒരു സ്വർണ്ണം പിടിക്കുമ്പോൾ എയർപോർട്ടിലെ ഞാൻ പറയുന്നത് എന്തിനു തടസ്സപ്പെടുത്തുന്നത്? പോലീസിന്റെ കേസ് എന്താണ് അതില്? ഒരു സ്വർണം കടത്തി പോലീസിന്റെ കേസ് എന്താണ് അതില്? പോലീസ് IPC ഏത് വകുപ്പ് പ്രകാരം? അജിംസ് അല്ല, ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ശ്രീജിത്ത് പറഞ്ഞ ഉദ്യോഗസ്ഥൻ എന്താ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞത് എയർപോർട്ടിന് വെളിയിൽ വന്നു കഴിഞ്ഞ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റംസിനെ തിരിച്ചു കൊടുക്കണം. അതാണ് നിങ്ങൾ പറയുന്നത്. എയർപോർട്ടിന്റെ പരിധിക്ക് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ മലപ്പുറത്തോ കോഴിക്കോടോ അല്ലെ തിരുവനന്തപുരത്തോ ജില്ലയുടെ ഉള്ളിൽ പ്രവേശിച്ച് കഴിയുമ്പോഴത്തേക്കും വാഹന പരിശോധനയിലൂടെ സ്വർണ്ണങ്ങൾ കണ്ടെടുത്തി കഴിഞ്ഞാൽ ഇത് എയർപോർട്ടിലേക്ക് തിരിച്ചു കൊടുക്കണം. നിങ്ങളോട് ആരാ പറഞ്ഞത്? എയർപോർട്ടിലേക്കല്ല, കസ്റ്റംസിന്. എയർപോർട്ടിലേക്കല്ല കൊടുക്കേണ്ടത്, കസ്റ്റംസിനെതിരെ പോലീസിന് ഒരു റോളും ഇല്ലാതിൽ. പോലീസിന് ഒരു റോളും ഇല്ലാതിൽ അത് കസ്റ്റംസിനെതിരെ കൂടെ കസ്റ്റംസ് കേസെടുക്കണം. എന്തിനാണ് പോലീസ് CC എന്നിട്ട് പകുതി കണക്കി കാണിച്ച് പകുതി അടിച്ചു മാറ്റുന്നതാണ് ശ്രീജിത്ത് ചോദിക്കുന്നത്. അല്ല, ശ്രീജിത്ത് അങ്ങനെയാണെന്നൊരു തെളിവുകൾ സഹിതം പുറത്തുവിടാം. ഇന്ത്യൻ സ്ഥലത്ത് നിന്ന് ഇന്ന പോലീസിനെ പിടിച്ചു, ഇത്ര വിഹിതം പോലീസിന് കിട്ടി, ഇത്ര വിഹിതം രാഷ്ട്രീയക്കാർ കിട്ടുന്നത് അവർ പുറത്തുവിടെ. നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഒന്നുകൂടെ പറയാം. കസ്റ്റംസ് പിടിക്കാതെ കൊണ്ട് പുറത്തുവിട്ട സ്വർണം അവരുടെ അതിർത്തിക്കുള്ളിൽ വെച്ച് പോലീസിൽ ആര് പിടിച്ചാലും അത് അവരെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇക്കാര്യം സർക്കാർ അംഗീകരിക്കുകയും PV അൻവർ MLA ആയിരിക്കെ എഴുതി കൊടുത്ത പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ അന്വേഷണം ഓൺഗോയിങ് ആണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് സർക്കാർ അംഗീകരിക്കും, സർക്കാർ അത് അന്വേഷിക്കും എന്ന് പറഞ്ഞു. അന്വേഷണം എന്ന് തീരുമെന്ന് നമുക്കറിയില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് റജി തർക്കിക്കുന്നത്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ എതിരെ യാത്ര ചെയ്യുമ്പോഴല്ലേ എവിടെ പോയാലും സ്വർണ്ണമോ കള്ളക്കടത്ത് സ്വർണ്ണമോ കള്ളനോട്ടോ ഉണ്ടെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ നേരെ കസ്റ്റംസിലേക്കാണ് കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് അജിംസ ഒരു സർക്കാരിനുള്ള കള്ളക്കടത്തിന് പോലീസിൽ കേസില്ല, ഭാരതീയ ന്യായ സംഹിതയിൽ കേസില്ല, IPC കേസില്ല. അത് കസ്റ്റംസിന്റെ ജുഡീഷ്യറിയാണ്. കസ്റ്റംസിനെതിരെ കൊടുക്കണം. കസ്റ്റംസ് ആണ് കേസെടുക്കേണ്ടത്. പിന്നീട് പോലീസിന് വേണ്ടി FIR ഇടാം. ഇങ്ങനെ പിടിച്ചെടുത്തു, അതിന് കൃത്യമായ പ്രൊസീജിയർ CRPC പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച്. അത് കസ്റ്റംസിന്റെ ജൂറിഡിക്ഷന് ഉള്ളിൽ നിന്നുള്ള പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞ ന്യായമാണ്. അത് IPC എഴുതി വെച്ചു, IPC തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് കണ്ട കസ്റ്റംസിന്റെ ബൗണ്ടറി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന പോലീസിനല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. ആ പോലീസ് പിന്നെ കൊണ്ട് കൊടുക്കേണ്ടത്, അത് കോടതി തന്നെ ഹാജരാക്കേണ്ടത്. നിങ്ങൾക്ക് എന്താ സംശയക്കാര്യത്തിൽ? അതിനെ കേരളത്തിലെ ക്രമസമാധാന പാലനവും വകുപ്പ് എന്താണ്? പിന്നെ പോലീസ് ഒറ്റ ചോദ്യം, കള്ളക്കടത്തിന് IPC വകുപ്പ് ഏതാണ്? കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കള്ളക്കടത്ത് എവിടെ നിന്നെല്ലാം വരും? അല്ല, ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. കള്ളക്കടത്ത് ഏതെല്ലാം രീതി വരും? ഷിപ്പിൽ കള്ളക്കടത്തുണ്ട്, ബോട്ടിൽ കള്ളക്കടത്തുണ്ട്. ഇപ്പം അദാനിയുടെ പോർട്ടിലേക്ക് വന്ന 24,000 കോടിയുടെ കഞ്ചാവ് അത് പിന്നെ കസ്റ്റംസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് പിടിക്കേണ്ടത്. അത് അവിടുത്തെ കസ്റ്റംസാണ് പിടിക്കേണ്ടത്, അല്ലാണ്ട് പിടിക്കേണ്ടത് കേരളത്തില് പോലീസല്ല. അതൊക്കെ കസ്റ്റംസ് ആണ് പിടിക്കുന്നത്. DRI പിടിക്കും, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടിക്കും, കസ്റ്റംസ് പിടിക്കും. അല്ല, ഇതിനുള്ള നിയമമുള്ള അപ്പൊ പോലീസിന് പിടിക്കാൻ അധികാരമുണ്ട്, പിടിക്കാൻ അധികാരമുണ്ട്. പിടിച്ചാൽ പക്ഷേ കേസല്ല, കേസെടുക്കാൻ കസ്റ്റംസ് കൈമാറണം. അത്രേ പറഞ്ഞോളൂ. അതാണ് ശ്രീജിത്തും പറയുന്നത്. അതിൽ തർക്കിക്കേണ്ട. ഈ ആരോപണം സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചൊന്നും എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അല്ല അജിംസ, ഒരൊറ്റ സിമ്പിൾ ചോദ്യം. ഇപ്പൊ എന്റെ നാട് കോട്ടയം ജില്ലയിൽ ഇവിടെ ഒരു എയർപോർട്ടില്ല. എവിടുന്നൊക്കെ വന്ന് സ്വർണ്ണം കോട്ടയത്തെ എവിടെയും വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കസ്റ്റംസിലേക്കാണ് കൊടുക്കണേ. അത് പോലീസ് അതിനാണ് അവരെ അവിടെ നിർത്തിയിരിക്കുന്നത്. കസ്റ്റംസിന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് കൈമാറിക്കോളും കസ്റ്റംസിന്. അതല്ലേ ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. ആ മജിസ്ട്രേറ്റിന്റെ അവിടെ കൊണ്ട് കൊടുത്ത കാര്യത്തെക്കുറിച്ചും പിന്നെ അത് സ്വർണ്ണത്തിൽ കുറഞ്ഞെന്നൊക്കെ അദ്ദേഹം തന്നെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കരിപ്പൂർ എയർപോർട്ട്. ഒരു നിമിഷം കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കരിപ്പൂർ എയർപോർട്ട്. കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പിടിക്കുന്ന സ്വർണം തൊട്ടടുത്തുള്ള കസ്റ്റംസ് ഓഫീസിൽ കൊടുക്കാതെ കുറെ കൂടി അകലെയുള്ള മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അതിൽ നിന്ന് പകുതി അടിച്ചു മാറ്റുന്നു എന്നാണ് ആരോപണം. അതാണ് സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ചേരി നിലമ്പൂരിൽ നിന്ന് പിടിക്കുകയാണെങ്കിലോ, പോലീസിന് പിടിക്കുകയാണെന്നെങ്കിലോ നിങ്ങൾ മറുപടി പറയാം. മലപ്പുറത്ത് പറയുന്നത് കരിപ്പൂർ മാത്രം എങ്ങനെയാണ് ഈ പോലീസ് സ്വർണം പിടിക്കുന്നത്? നെടുമ്പാശ്ശേരിയിലെ പോലീസിന് സ്വർണം പിടിക്കണ്ടേ? തിരുവനന്തപുരത്തെ പോലീസിന് സ്വർണം പിടിക്കണ്ടേ? കരിപ്പൂർ മാത്രം എന്തുകൊണ്ടാണ് പിടിക്കുന്ന പോലീസ് കസ്റ്റംസ് പിടിക്കാതെ? അല്ല, കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വന്ന് അതിന്റെ അതിർത്തി കഴിഞ്ഞ് മുമ്പോട്ട് പോയി പോലീസിന്റെ ചെക്കപ്പിൽ അല്ലെ അവർക്ക് സൂചനയിൽ സ്വർണം പിടിക്കാൻ പാടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അങ്ങനെ കേസ് കണ്ടെങ്കിലും തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കേസ് ഉണ്ടായതുകൊണ്ടേ കരിപ്പൂർ മാത്രം എങ്ങനെ ഉണ്ടാവുന്നത്? അതാണ് ശ്രീജിത്ത് പറയുന്നത്. പ്രവീൺ കുമാർ എന്ന് പറയുന്ന കസ്റ്റംസ് ഓഫീസർ വഴി
സുജിത് ദാസ് വിവരം കിട്ടുന്നു, അവരെ കടത്തിവിടുന്നു, സുജിത് ദാസ് പിടിക്കുന്നു, പകുതി അടിച്ചു മാറ്റുന്നു, പകുതി കോടതിയിൽ കൊടുക്കുന്നു. ഇതാണ് സംഭവിക്കുന്നതെന്ന്. ഇതിനാണ് സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് കസ്റ്റംസിന്റെ കയ്യിൽ നിന്ന് ഒരു നെൽമണിയുടെ വലിപ്പമുള്ള സ്വർണം അവരുടെ ചെക്കിങ്ങിൽ നിന്ന് എങ്ങനെ പുറത്തു വന്നത്? ഏറ്റവും നല്ല ബ്രൈറ്റ് കരിപ്പൂർ എയർപോർട്ടാണ്. അവിടുത്തെ എങ്ങനെയാ സ്വർണ്ണം കൂട്ടിക്കുന്നു, അങ്ങനെ വിവരം കിട്ടുന്നു. അപ്പൊ ആ സ്വർണം പുറത്തു പോയി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കും. അതാ പോലീസിന്റെ ഡ്യൂട്ടി. അതൊക്കെ യുക്തിരഹിതമായിട്ട് വാദമല്ലേ? എന്തായാലും സർക്കാർ അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സർക്കാർ എന്ന് അന്വേഷിച്ചിരുന്നറിയില്ല. ശ്രീ സി കെ ഷാക്കിർ, ഇത് കസ്റ്റംസിന്റെ വീഴ്ചയാണ്. ആ സ്വർണം പുറത്തു പോകുന്നത് കസ്റ്റംസിന്റെ വീഴ്ചയാണ്. അത് കൊണ്ടുപോകാതെ നോക്കേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്. പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതെന്നാണ് റജി പറയുന്നത്. അങ്ങനെയാണോ അവിടെ ഉണ്ടായത്? അതെ, സി കെ ഷാക്കിർ. അല്ല, അദ്ദേഹം പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് തന്നെ പറയാം. അതായത് പോലീസ് കസ്റ്റംസ് പിടിക്കാത്ത സ്വർണം അല്ലെങ്കിൽ കസ്റ്റംസ് ഒറ്റുകൊടുത്ത സ്വർണം പോലീസ് പിടിക്കുന്നു. പോലീസ് പിടിച്ച സ്വർണം എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് വ്യക്തത വരുത്തേണ്ടത്. CRPC 102 പ്രകാരം പോലീസ് പിടിച്ച സ്വർണം യാതൊരു രൂപമാറ്റവും വരുത്താതെ കോടതിയിൽ ഹാജരാക്കണം. അവിടെയാണ് പ്രശ്നം. പോലീസ് എന്താണ് ചെയ്യുന്നത്? എന്താണ് കരിപ്പൂരിൽ ചെയ്തിട്ടുള്ളത്? അത് രൂപമാറ്റം വരുത്തുന്നു. രൂപമാറ്റം വരുത്തിയിട്ട് പണിക്കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് 30-40% കട്ടെടുക്കുന്നു. മാത്രവുമല്ല, ഇതിന്റെ കൃത്യമായ കണക്ക് എവിടെയും രേഖപ്പെടുത്തുന്നില്ല. എത്രയാണ് പിടിച്ചതെന്നറിയില്ല. ഇവർക്ക് ഇഷ്ടമുള്ളത് ഇവരൊരു അപ്രൈസറെ വെച്ച് ഉപയോഗപ്പെടുത്തി സ്വർണം ഉരുക്കി അതിൽ ആവശ്യമുള്ള ഇവരെടുത്ത് ബാക്കി പേരിന് മാത്രം കോടതിയിൽ കൊണ്ടു കൊടുക്കുന്നു. ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റെജി ലൂക്കോസ് പറയുന്ന ചില കാര്യങ്ങളിൽ കസ്റ്റംസും പോലീസും തമ്മിലുള്ള സാങ്കേതികത്വമല്ല. പോലീസ് കൃത്യമായി സ്വർണ്ണ കള്ളക്കടത്ത് ആസൂത്രണം ചെയ്യുന്നു. നിങ്ങൾ നോക്ക്, 152 കേസുകൾ സുജിത് ദാസിന്റെ കാലത്ത് രജിസ്റ്റർ ചെയ്തു. അതിനു മുമ്പും ശേഷവും എന്തുകൊണ്ടാണ് ഈ പോലീസ് ആ കേസെടുക്കാത്തത് അല്ലെങ്കിൽ ഇത്രയും കേസുകൾ പിടികൂടപ്പെടാത്തത്? റെജി ലൂക്കോസിന് മറുപടിയുണ്ടോ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇതേ ആളുകൾ തന്നെയല്ലേ ഭരിക്കുന്നത്? അത് നിങ്ങൾ കൃത്യമായി നോക്ക്. ഇവിടെ നിയമപ്രകാരം പോലീസിന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നതെങ്കിൽ നിയമപ്രകാരം പോലീസ് ചെയ്യേണ്ടത് എന്താണോ പിടിക്കുന്നത് അത് അതേപോലെ കോടതിയിൽ കൊണ്ടു കൊടുക്കണം. ഇവിടെ അപ്രൈസർക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ എത്ര പണം കൊടുത്തു എന്ന് വിവരാവകാശ പ്രകാരം ഈ ശ്രീജിത്ത് ചോദിച്ചിട്ട് ഇന്ന് വരെ ആരും മറുപടി കൊടുത്തിട്ടില്ല. അന്വേഷണത്തിലാണ് എന്നാണ് പറയുന്നത്. ഈ പോലീസ് ഒരു വേള പറയുന്നു 1 രൂപ പോലും കൊടുത്തിട്ടില്ല എന്ന്. എന്നാൽ 1 കിലോന് നമ്മളൊക്കെ മനസ്സിലാക്കിയത് 6000 രൂപ, 2000 രൂപ അദ്ദേഹത്തിന് അപ്രൈസർക്കുള്ള സർട്ടിഫിക്കറ്റിന്, 2000 രൂപ ഉരുക്കലിന്, 2000 രൂപ അദ്ദേഹം കോടതിയിൽ ഹാജരാകിൽ അദ്ദേഹത്തിന് കൊടുക്കണം. ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ ഫണ്ട്, ഈ പണം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ട നിയമപരമായി. പക്ഷെ 1 രൂപ പോലും ഈ കാര്യത്തിന് ഈ അപ്രൈസർക്കോ അല്ലെങ്കിൽ ഈ വകയിലോ ചെലവഴിച്ചതായി യാതൊരു തരത്തിലും കണക്കില്ല. അത് വിവരാവകാശ പ്രകാരം ശ്രീജിത്ത് ചോദിച്ചു എന്നുള്ളത് വലിയ തെറ്റായിട്ടാണ്, അച്ചടക്ക ലംഘനമായിട്ടാണ് റെജി ലൂക്കോസ് പറയുന്നത്. നിങ്ങൾ നോക്കുക, ഈ ശ്രീജിത്ത് ഇപ്പൊ എവിടെയാണ് ജോലി ചെയ്യുന്നത്? നിങ്ങൾക്കറിയോ? ഇപ്പൊ കേരളത്തിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയായ ശേഷം നിങ്ങൾ നോക്ക്, സ്വർണ്ണക്കള്ളക്കടത്തിന് മാത്രം പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആഭ്യന്തര മന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നു. നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത്, കരിപ്പൂരിലെ പോലീസിലെ സ്വർണ്ണക്കള്ളക്കടത്ത്, ശബരിമലയിലെ ഇപ്പൊ സ്വർണം കള്ളക്കടത്ത്, ഇതിനൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ ഇപ്പൊ ശബരിമലയിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി പിടികൂടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ 8ാം പ്രതിയായിട്ടുള്ള ആള് നേരത്തെ ശബരിമലയിൽ കോട്ടയം SP ആയിരുന്ന കാലത്ത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ ഒരു DIG ആണ്. അദ്ദേഹം ഉൾപ്പെടെ ഇപ്പൊ സുജിത് ദാസും അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെട്ടപ്പോ നോക്കൂ നിങ്ങൾ, ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം നിങ്ങൾ. റെജി ലൂക്കോസ്, നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇപ്പോ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ എന്തിനാണ് ജയിലിൽ കിടന്നത്? കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫ് ആ കാലഘട്ടത്തിൽ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇവർ നിരന്തരമായി, നേരത്തെ അജിൻസ് പറഞ്ഞത് വളരെ കൃത്യമാണ്, പോലീസിൽ ആഭ്യന്തര വകുപ്പിൽ മാഫിയ ഭരണമാണ്. സത്യസന്ധമായി അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിടെ തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ ശ്രീജിത്ത് മാത്രമല്ല, 4 DYSPമാർ ഈ കാലയളവിൽ പോലീസിൽ നിന്ന് സ്വയം പിരിഞ്ഞു പോന്നിട്ടുണ്ട്. സത്യസന്ധമായി പോലീസിൽ തുടരാൻ കഴിയാത്തതുകൊണ്ട്, നീതിയോടെ പോലീസിൽ കേസെടുക്കാൻ കഴിയാത്തതുകൊണ്ട്, CPMകാരുടെയും പോലീസിലെ മാഫിയയുടെയും സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത പോലീസുകാരുണ്ട്. നിങ്ങൾ എന്തിനെയാണ് ഇങ്ങനെ വെള്ളപൂശുന്നത്? ഇവിടെ കൃത്യമാണ്. ഇപ്പൊ പോലീസിലെ ഈ മലപ്പുറത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, തെറ്റായ കണക്കാണ് റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇവിടെ പെറ്റി കേസ്
കുട്ടികൾ ബൈക്കിൽ പോയാൽ, 3 ആൾ വെച്ച് പോയാൽ, തലയിൽ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചാൽ ഈ കേസുകൾ മുഴുവൻ FIR ഇട്ടിട്ട് ഈ കേസുകളിൽ മുഴുവൻ FIR ഇട്ടിട്ട് കേസുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചു. അത് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പറയുന്നു. കേരളത്തിന് പുറത്തുള്ള RSSകാർ ഉൾപ്പെടെ അത് ഉപയോഗപ്പെടുത്തുന്നു. എല്ലാം കഴിഞ്ഞ് 2 ദിവസം പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇത് നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? അത് പ്രബുദ്ധരായ മലയാളികൾ വിശ്വസിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ നോക്ക്, ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്ര വിദഗ്ധമായി അദ്ദേഹം അച്ചടക്ക ലംഘനം നടത്തിയെന്ന്. ഇവിടെ സുജിത് ദാസ് മരം മുറിച്ചത് വളരെ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. MR അജിത് കുമാർ ഇപ്പോഴും ADGP ആണ്. അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കോടതി ഉൾപ്പെടെ ശക്തമായ ഭാഷ വിമർശനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുന്നു. സുജിത് ദാസിന് പുതിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നു. കൃത്യമായ നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ വോയിസ് മെസ്സേജ് പുറത്തു വന്നതാണ്. MLA കയ്യും കാലും പിടിക്കുന്ന വോയിസ് വന്നതാണ്. അതിനൊന്നും നടപടിയില്ല. സത്യസന്ധമായി പോലീസിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുന്നു. ഇതിനെ ന്യായീകരിക്കാൻ ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരാ. നോക്കൂ, നിങ്ങൾ നമ്മളെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടവരാണ് പോലീസ്. നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞല്ലോ, സത്യത്തിൽ ആർക്കാണ് ഇവരെ സംരക്ഷണം കൊടുക്കുന്നത്? പോലീസിലെ ക്രിമിനലുകൾക്ക്. CPMന്റെ മാഫിയ സംഘം നമുക്കറിയാലോ. ഇപ്പോൾ ഞാൻ മറ്റ് വിഷയങ്ങളിൽ പോകുന്നില്ല. ഇപ്പൊ ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകൾക്ക് പോലീസ് പുറത്ത് മദ്യം വാങ്ങി കൊടുക്കുന്നു. അവർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, രാമനാട്ടുകരയിൽ സ്വർണം പൊട്ടിച്ച് കൊണ്ടുപോകുന്ന 5 പേര് കൊല്ലപ്പെടുന്നത്. ആ അന്വേഷണം എന്തായി? ഒറ്റപ്പാലത്തുകാരായിട്ടുള്ള ആളുകൾ രാമനാട്ടുകരയിലേക്ക് അങ്ങോട്ട് കോഴിക്കോട്ട് ഭാഗത്തേക്ക് എന്തിനാണ് പോയത്? അതിന് അന്വേഷണം എവിടെത്തി? ഏത് കാലഘട്ടത്തിലായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതൊക്കെ അന്വേഷിച്ചാൽ എത്തുന്നൊരു സ്ഥലമുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തും. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിന്റെ എല്ലാ വിഹിതം കൃത്യമായി നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും CPMന്റെ ആസ്ഥാനത്തേക്കും എത്തുന്നുണ്ട്. അല്ലാതെ എന്തിനാണ് ഇവർ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഇത്ര സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? ഓഫീസിൽ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് ഷാക്കിർ ചോദിച്ചു. ജോപ്പനെയൊക്കെ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഞാൻ ചോദിക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്ന നേരത്തെ നിരവധി ജില്ലയിൽ കളക്ടറായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ശിവശങ്കർ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, പോലീസുകാരനല്ല. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വകുപ്പ് നിയന്ത്രിക്കാൻ പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ എണ്ണം നിങ്ങൾക്കറിയാമോ എന്ന് നിരന്തരം CPMന്റെ വക്താക്കൾ വെല്ലുവിളിക്കാറുണ്ട്. ഇപ്പോൾ മാങ്ങാകട്ട പോലീസുകാരനെ പിരിച്ചുവിട്ടു. അതേസമയം മണ്ണ് മാഫിയയും ആയി ബന്ധമുള്ള ലൈംഗിക പീഡന പരാതികളിൽ അന്വേഷണം നടത്താതെ ഉഴപ്പിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന നോട്ടീസ് പുറത്തു വരുന്നു. പിന്നെ നമ്മൾ അദ്ദേഹത്തെ കാണുന്നു വടകരയിൽ ഷാഫി പറമ്പിലിനെ തല്ലുന്ന വിഷ്വലിലാണ്. അപ്പോൾ ഈ മാങ്ങാകട്ടവരെ പിരിച്ചുവിടുന്നു, കള്ളന്മാരെ ചൂണ്ടിക്കാട്ടുന്നവർക്ക് രാജിവെക്കേണ്ടി വരുന്നു. ഈ സിസ്റ്റം, ഈ ശ്രീജിത്ത് പറയുന്ന ഈ സിസ്റ്റം ഇത്രമാത്രം മനുഷ്യത്വരഹിതവും നീതിവിരുദ്ധവുമാണോ? ഇല്ല, അത് വിശകലനം ചെയ്യുമ്പോൾ നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ സ്വർണം എയർപോർട്ടിൽ വെളിയിൽ വന്നാൽ പോലീസ് പിടിക്കും, നിയമപരമായിട്ട് പിടിക്കാം. അതിന് IPC CRPC വേണ്ട. ഇന്ത്യയിലെ ഏത് മൈനർ ആക്റ്റും അത് പിടിക്കാനുള്ള അധികാരം പോലീസിനാണ്. കാരണം ഫോറസ്റ്റ് ആക്ട്, ആനയെ കൊന്നാൽ നമുക്ക് കേസെടുക്കാം. പക്ഷേ അതിനൊരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള സൗകര്യത്തിന് പോലീസിന് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് ഒരു ഒഫൻസും ഇല്ല, ഒന്നുമില്ല, കൃത്യമായിട്ട് കൊടുക്കാം. സ്വർണ്ണക്കടത്താണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ വെള്ളി വെച്ച് സ്വർണം പിടിച്ചാൽ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കടത്തി വിട്ടാൽ ആ ഓഫീസറെ കൂടെ പ്രതിയാക്കും. അങ്ങനെയാണ് അത് പോകുന്നത്. നിയമത്തിന് ഇന്ത്യയിലെ എല്ലാ മൈനർ ആക്ട് ആയാലും ശരി, IPC CRPC എല്ലാ മേജർ ആക്ട് ആയാലും ശരി, അതിന് പോലീസ് ഓഫീസേഴ്സിന് മാത്രമാണ് അധികാരം. അതിന് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഉണ്ടെന്നേ ഉള്ളൂ. സ്വർണം കഴിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല. അതേസമയത്ത് അന്നത്തെ വാർത്തകളിൽ വന്ന് സുജിത് ദാസ് ഇവരൊക്കെ ഈ സ്വർണം പിടിച്ചിട്ട് അതിന് രൂപമാറ്റം വരുത്താൻ, അത് നേരത്തെ പറഞ്ഞ പോലെ അതിന് അവകാശമില്ല പോലീസിന്. അതേപടി കോടതി കൊടുക്കണം. അതിന് മാറ്റം വരുത്താൻ എന്റെ പരിമിതമായ ജ്ഞാനക്കുറവുകൊണ്ട് ചോദിക്കുകയാണ്. ജോർജ് ജോസഫ്, നിങ്ങൾ IPCയിൽ ഏത് വകുപ്പിട്ട് കേസെടുക്കും? IPC വേണം നിർബന്ധമില്ല, മൈനർ ആക്ട് അല്ലേ ഇതെല്ലാം. അല്ല, നിങ്ങൾ ഏത് വകുപ്പിലാണ് കേസെടുക്കുക? സ്വർണം കള്ളക്കടത്തുക എന്ന് പറഞ്ഞാൽ നികുതി വെട്ടിപ്പാണ്. നികുതി വെട്ടിപ്പിന് നിങ്ങൾ ഏത് കേസെടുക്കും? CRPC അനുസരിച്ചാണ് കേസെടുക്കുന്നത്. IPC ഒഫൻസ് മാത്രമാണ് പറയുന്നത്. CRPC ആണ് നടപടിക്രമം. അതിനകത്ത് 41, 102 അല്ലെങ്കിൽ 20 മുതൽ എന്ന് പറഞ്ഞ് 102 CRPC വെച്ച് അപ്പം കേസെടുക്കാം. എന്താണ് അതിലെ ഒഫൻസ്? എന്താണ് CRPC നടപടിക്രമമാണ്, അതിൽ ഒഫൻസ് എന്താണ്? പോലീസ് കേസെടുക്കുന്ന ഒഫൻസ് എന്താണ്? അല്ലല്ലല്ല, ഒഫൻസ് പിന്നെ മതിയല്ലോ. അതാണ് പ്രശ്നം. നിങ്ങൾ കുതിരയുടെ മുമ്പിൽ വണ്ടിയെ കെട്ടുകയാണ് ജോർജ് ജോസഫ്. ഈ നടപടിക്രമങ്ങളെ കുറിച്ചാണ് ശ്രീജിത്ത് പറഞ്ഞത്.
ഈ നടപടിക്രമങ്ങളിൽ വീഴ്ചയെക്കുറിച്ചാണ് ശ്രീജിത്ത് പറയുന്നത്. ആ ആരോപണം എനിക്കറിയാം. ആ കേസ് എടുക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ വന്നിട്ട് രൂപമാറ്റം വരുത്തി അത് ഒരു ബിസിനസ് ആയിട്ട് 150 FIR അവിടെ എടുത്ത്, അത് വേറൊരു കാര്യം. അതിനകത്ത് നിയമപരമായ വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ നിയമം പറയുമ്പം ഇന്ത്യയിലെ ഏത് ഒഫൻസും കേസെടുക്കാൻ അധികാരം പോലീസിനുണ്ട്. ആ വകുപ്പ്, ആ മൈനർ ആക്ട് അല്ലെങ്കിൽ ഗോൾഡ് ഇല്ലീഗൽ ഇമ്പോർട്ട്, അത് കേസിൽ പോലീസിന് റൈറ്റ് പറയുന്നുണ്ട് എല്ലായിടത്തും, ഡ്രഗ്സ് ആയാലും എല്ലായിടത്തും. അതിന് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഉണ്ടെന്നേ ഉള്ളൂ. CRPC 102 വെച്ചിട്ട് അന്നേ തുടങ്ങാം. അതിനൊന്നും, കാരണം തൊണ്ടിയാണ്, ഏത് തൊണ്ടി എന്ത് തൊണ്ടി എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. 102 CRPC, അതിനെല്ലാം വകുപ്പുണ്ട്. അപ്പോൾ അത് പോലീസ് നടപടിയെടുക്കും. പക്ഷേ ഇവിടെ നമുക്കിവിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ SI അദ്ദേഹം ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ അറിയിച്ചത് ഒരു തെറ്റുമില്ല. പോലീസ് SP-യുടെ ക്യാമ്പസിലുള്ള അവിടുത്തെ മരങ്ങൾ മുറിച്ച് മാറ്റിയത് അത് റിപ്പോർട്ട് ചെയ്യാൻ അവിടുത്തെ ലോക്കൽ SI ആണെങ്കിൽ അയാൾ അത് റിപ്പോർട്ട് ചെയ്യണം, അയാൾ സമാധാനം പറയണം. പക്ഷെ അത് പിന്നീട് അതിനെപ്പറ്റി ഒന്നും നമ്മൾ കാണുന്നില്ല. ഇപ്പോഴാണ് അദ്ദേഹം രാജിവെച്ച് പോയെന്നുള്ള വാർത്ത വരുന്നത്. അതെന്തായാലും കാണിച്ചതും ശരിയല്ല. അദ്ദേഹം ഫൈറ്റ് ചെയ്യണമായിരുന്നു ഇതിൻ്റെ അകത്തിരുന്ന് തന്നെ. 6 മാസത്തിൽ കൂടുതൽ ഒരാളെ സസ്പെൻഷൻ നിർത്താൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് 2023 അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും നാളായിട്ട് അദ്ദേഹം തിരിച്ചു കയറ്റിയില്ല, അദ്ദേഹം കോടതി പോകണം. നമ്മളൊക്കെ അങ്ങനെയല്ലേ പോകുന്നത്. അദ്ദേഹം അത് ചെയ്തില്ല. അതിന് പകരം ഒരു വിദ്വേഷം കാണിച്ചിട്ട് ഇതിനകത്ത് നിന്ന് ഓടിപ്പോകുന്നത് നല്ലതല്ല. ജോർജ് ജോസഫ് കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരള പോലീസിൽ ആത്മഹത്യ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? അവരെന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? അറിയാം. അത് ശരിയാണ്. അത് ടെൻഷൻ ഉണ്ടെന്ന് ഇതിനകത്ത് ധാരാളം പേര് ആത്മഹത്യ നേരെ ഈ സിസ്റ്റത്തിനകത്ത് സമ്മർദ്ദം ഉണ്ടാക്കുന്നത് ഇതാണ്. നോക്കൂ, ശ്രീജിത്ത് സസ്പെൻഷനിലായിരിക്കും, 2 വർഷം സസ്പെൻഷനിൽ, ജോലിയില്ലാതെ വീട്ടിലിരിക്കെ പാർട്ടി നേതാക്കൾ വീട്ടിലേക്ക് ചെല്ലുന്നു. ജോർജ് ജോസഫ്, നിങ്ങൾ ആ പരാതി പിൻവലിക്കണം, സർക്കാരിന്റെ പ്രതിച്ഛായക്ക് നാണക്കേടുണ്ടാക്കരുത്. ഇത് ഒരു സാധാരണ പൗരനാണ് അയാളും, അയാൾക്ക് അധികാരങ്ങളില്ല, സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരു SI ആണ്. പാർട്ടിയുടെ ജില്ലയിലെ വലിയ നേതാക്കൾ വന്ന് പരാതി പിൻവലിക്കണമെന്ന് പറഞ്ഞാൽ അത് സമ്മർദ്ദമല്ലേ? സമ്മർദ്ദം തന്നെ, അത് സംശയമൊന്നുമില്ല. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് ചില റൈറ്റുകളുണ്ടല്ലോ. അദ്ദേഹം ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് 15 വർഷത്തെ സർവീസുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് പേടിച്ച് ഓടുന്നത്. അതൊക്കെ ഇതിൻ്റെ അകത്തിരുന്ന് ഫൈറ്റ് ചെയ്യാമല്ലോ. 2020 അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യാൻ 6 മാസം റീഇൻസ്റ്റേറ്റ് ചെയ്തേ വെക്കുള്ളൂ. അദ്ദേഹം കോടതി പോകണം, അത് കോടതി പോകണം. ജോർജ് ജോസഫ്, അദ്ദേഹം പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം കേവലം ഒരു SI ആണ്, ഒരു IPS ഉദ്യോഗസ്ഥന്. സെൻകുമാർ സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്ത് DGP സ്ഥാനം നേടിയതുപോലെ അദ്ദേഹത്തിന് ഈ മൈറ്റി പവറിനോട് പോരാടിക്കാനുള്ള ശക്തിയില്ല. അദ്ദേഹം അതാണ് പറയുന്നത്, എന്നെക്കൊണ്ട് കഴിയില്ല ഈ സിസ്റ്റത്തോട് പോരടിക്കാൻ. കാരണം ഈ സിസ്റ്റം വിചാരിച്ചാൽ കള്ളനെ ചൂണ്ടിക്കാട്ടുന്നവരെ കൊലപാതകിയാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണല്ലോ 2 വർഷമായിട്ട് അദ്ദേഹം സസ്പെൻഷനിൽ കഴിയുന്നത്. കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർ, കുറ്റാരോപിതരായ സുജിത് ദാസും MR അജിത് കുമാറും പ്രൊമോഷനോടെ ഇപ്പോഴും സേനയിൽ തുടരുന്നു. അത് തന്നെ ചൂണ്ടിക്കാട്ടുന്നില്ലേ ജോർജ് ജോസഫ്? ആരോട് ഫൈറ്റ് ചെയ്യാൻ? അവരോടൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കോടതിയുണ്ടല്ലോ. കാറ്റിൽ പോയി അദ്ദേഹം 6 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു കയറായിരുന്നല്ലോ. ഇല്ലെങ്കിൽ ആ കാറ്റിൽ അങ്ങനെ ഓർഡർ കിട്ടിയില്ലെങ്കിൽ നേരെ അദ്ദേഹത്തിന് ഹൈക്കോടതി പോകാമായിരുന്നല്ലോ. അങ്ങനെ ഫൈറ്റ് ചെയ്താൽ ഞങ്ങളൊക്കെ കയറി വരുന്നത്. സത്യനീതിക്ക് വേണ്ടി ആ SI ഫൈറ്റ് ചെയ്യുന്നത് നല്ല കാര്യം. അദ്ദേഹം ഒളിച്ചോടരുതായിരുന്നു ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒളിച്ചോടുന്നില്ല. നോക്കൂ ജോർജ്, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് ജോലി ആവശ്യമില്ല, എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ഇനി നിയമ പോരാട്ടം തുടരുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പിന്മാറുകയല്ല ചെയ്യുന്നത്. വെരി ഗുഡ്, നല്ല കാര്യം. അദ്ദേഹം നിയമപോരാട്ടം തുടങ്ങുന്നെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ തിരിച്ചു കയറ്റിയുള്ളൂ. അദ്ദേഹത്തിനെതിരായിട്ട് വലിയ ഓഫൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. അദ്ദേഹം ഒരു റിപ്പോർട്ട് ചോദിച്ചെന്ന് വിചാരിച്ചിട്ട് DGPക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ഒരു പരാതി കൊടുത്തെന്ന് വിചാരിച്ച് അതൊരു ഒഫൻസ് അല്ല, അതിന് റൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പേടിച്ചു പോകരുത്. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരണമെന്നാണ് ഞാൻ പറയണത്. അതിന് ഈ രാജിവെച്ച് പോകുന്ന പരിപാടിക്കൊന്നും പോകരുത്. വേറെ വരുമാനം എനിക്കുണ്ട് എന്നൊന്നും എനിക്ക് അദ്ദേഹത്തിന് ഒരു വരുമാനവും ഇല്ല. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ജോലിയിൽ ആശ്രയിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ എല്ലാ റാങ്കിലും സസ്പെൻഷൻ കിട്ടിയ വ്യക്തിയാണ് ഞാൻ. ഞങ്ങളൊക്കെ അത് അവിടെ കോടതിയിലും അവിടെ ഇവിടെ ഫൈറ്റ് ചെയ്താണ് കയറി വരുന്നത്. അപ്പോൾ ആ നിയമത്തെ നമുക്ക് അനുകൂലമാക്കി കൊണ്ടുവരാൻ ഈസി ആയിട്ട് പറ്റും. കാരണം അങ്ങ് സർവീസിലിരുന്ന സമയത്ത് പോലീസ് അല്ല ഇപ്പോഴത്തെ പോലീസ് എന്ന് പറയുന്നത് ശ്രീജിത്ത് മാത്രമല്ല. ഞങ്ങൾക്ക് പരിചയമുള്ള, എന്നെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് പരിചയമുള്ള ഒരുപാട് പോലീസുകാർ സ്വകാര്യമായി പറയുന്ന ഒരു കാര്യമാണ്. മുമ്പൊക്കെ നിങ്ങളെപ്പോലുള്ളവർ അനീതികരമായി സസ്പെൻഷൻ നേരിട്ടാൽ, കള്ളക്കേസ് വന്നാൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ, അവർ തെറ്റുകാരല്ല എന്ന് മനസ്സിലാക്കി ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ആരുമില്ല. മാങ്ങ കട്ടവനെ പിരിച്ചുവിടുന്ന
ഒരു സർക്കാരാണ്. ഞങ്ങൾ പിരിച്ചുവിട്ടു എന്ന് മേനിയടിക്കുന്നു. ഇനി പിരിച്ചുവിട്ടവരോ കുറേ കഴിയുമ്പോൾ MP-യുടെ തല തല്ലിപ്പൊളിക്കുന്നവരായിട്ട് പോലീസ് സേനയിലുണ്ടാകും. കാളിയാർ സ്റ്റേഷൻ, ഇടുക്കി ജില്ലയിലെ കാളിയാർ സ്റ്റേഷനിൽ സൈക്കിള്, തൊണ്ടി മുതലായ സൈക്കിൾ, ഒരു നിമിഷം, തൊണ്ടി മുതലായ സൈക്കിൾ ഒരാൾ മോഷ്ടിച്ചുകൊണ്ടുപോയി. അയാൾ ഇതുപോലെ പിരിച്ചുവിടേണ്ടി, മാങ്ങാ മോഷണ കേസിലെ പ്രതിയെ പിടിച്ചുവിട്ടതുപോലെ അയാൾ തിരിച്ചെടുത്തു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇതിൽ വിവേചനമുണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഒരു വലിയ വിഭാഗം ഈ സേനയെ നിയന്ത്രിക്കുകയാണെന്ന് അടക്കം പറയുന്നവരാണ് ഈ പോലീസുകാർ. അതിൽ പെടും ഈ ശ്രീജിത്തും. അതൊക്കെ ശരിയാണ്. കാരണം ഇതിനകത്ത് നമുക്ക് സർവൈവ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഞാൻ പല പോലീസ് ഉദ്യോഗ സസ്പെൻഷൻ ആകുന്നവർ എന്നെ ധാരാളം പേര് വന്ന് കാണുന്നുണ്ട്. കാരണം നമുക്ക് ഇതിനകത്ത് സർവൈവ് ചെയ്യുള്ളൂ. അത് കാരണം നിയമപരമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് മൂവ് ചെയ്താൽ നമുക്ക് കോടതിയിൽ നിന്ന് നീതി കിട്ടും. അത് എത്ര ശക്തി, ഇപ്പോൾ ശബരിമലയിലെ കേസ് എന്തായി, നമുക്ക് പിടിച്ചാൽ കിട്ടിയോ കാര്യങ്ങൾ? അതൊരു സർക്കാർ വിചാരിച്ചാൽ അത് അവരുടെ ഭാഗത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? അത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു ഇൻ്റർഫിയറൻസോടുകൂടി എല്ലാം തീർന്നു. അതിനകത്ത് എത്ര ഉന്നതനായാലും ശരി അയാളെ അറസ്റ്റിലേക്കല്ലേ വരുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് പോലീസിലെ പല ആൾക്കാരും എന്നെ വന്ന് കാണുന്നുണ്ട്, പലർക്കും സസ്പെൻഷനുണ്ട്. 6 മാസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് കയറ്റിയേ പറ്റുള്ളൂ. ഞാൻ കുറേ പേരെ അങ്ങനെ തിരിച്ച് കയറ്റുകയും ചെയ്തു. അതേസമയത്ത് സർവീസിൽ നിന്ന് 22 പേരെ CPM മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു അസംബ്ലി പറഞ്ഞ് പിരിച്ചുവിട്ടെന്ന് പറഞ്ഞാൽ അതിലൊരു മാന്യനാണ് ഇപ്പം അവിടെ വടകരയിലെ ഷാഫി പറമ്പിൻ്റെ തലയിൽ അടിച്ചെന്ന് പറയുന്നത്. കാരണം എന്നാൽ പോലീസ് ഇതുവരെ അവിടുത്തെ SP ആരും പറഞ്ഞില്ലല്ലോ അടിച്ച ആൾ ഇന്ന ആളാണെന്ന് ഇതുവരെ പറയാത്തത്. അപ്പോൾ അതൊക്കെ സപ്രസ് ചെയ്തതാണ്. പോലീസിൽ യൂണിഫോം ഇട്ട് ഒരാളുടെ തലക്കടിച്ചു കഴിഞ്ഞാൽ എന്താ കണ്ടുപിടിക്കാൻ? ഒരു 5 മിനിറ്റ് ഞാൻ കണ്ടുപിടിക്കാമല്ലോ. എന്താ ഇത്ര നാളായിട്ട് അത് വെളി വരാത്തത്? അതൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് വൻ വീഴ്ചകളുണ്ട്. അതൊക്കെ നേരായി കൃത്യമായിട്ട് നമ്മളൊക്കെ പറയുന്നതാണ്. പക്ഷേ ഇവിടെ ഈ SP സുജിത് ദാസ് തീർച്ചയായിട്ടും അദ്ദേഹം 150ഓളം കേസുകൾ എയർപോർട്ടിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുന്ന ഗോൾഡിന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തൊണ്ടി മുതൽ രൂപമാറ്റം വരുത്തി. അതിന് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണ്ടേ? അദ്ദേഹത്തിന് അധികാരമില്ല അതിന്. അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത് റെപ്രസെൻ്റ് ചെയ്യണം. രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ അത് പത്രക്കാരോ ആരെങ്കിലും റെപ്രസെൻ്റ് ചെയ്തെങ്കിലേ മുന്നോട്ട് പോകുള്ളൂ. ഈ പാവം പിടിച്ച ഒരു SI അത് റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് ഒരു MLA പരാതിപ്പെട്ടു. അദ്ദേഹത്തിന് മുന്നണിയിൽ നിന്ന് ഇറങ്ങി പോരേണ്ടത് ഇപ്പൊ തൃണമൂലമാണ്. ഒരു MLA ഈ പരാതിപ്പെട്ട ശ്രീജിത്തിന്റെ അവസ്ഥ ഇതാണ്. ഈ ആരോപണ വിധേയർ എവിടെയാണെന്ന് നോക്കൂ. ജോർജ് ജോസഫ് ആരോപണ വിധേയർ, സ്വർണം പൊട്ടിക്കൽ എന്ന് തന്നെ പറയാവുന്ന കാര്യം ചെയ്ത അജിത് കുമാറും സുജിത് ദാസും എവിടെയാണ്? AIG ആക്കി, SP AIG ആക്കി പിണറായി, ADGP DGP ആക്കി. അപ്പോൾ ഈ സിസ്റ്റം ആരെയാണ് സംരക്ഷിക്കുന്നത്? ശ്രീജിത്തുമാരെയല്ല, അൻവർമാരെയല്ല, സുജിത് ദാസിനെയും അജിത് കുമാറിനെയുമാണ്. അതൊക്കെ സമ്മതിക്കുന്നു. അതൊക്കെ പക്ഷേ നമ്മൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാനൊക്കെ നമുക്ക് നിയമപരമായി കോടതിയിലോട്ട് പോയേ പറ്റുള്ളൂ. പോയാൽ കിട്ടും, നീതി കിട്ടും. പക്ഷേ അതിലോട്ട് ഇതുവരെ ശ്രീജിത്ത് നരേന്ദ്രൻ പോയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നത്. അദ്ദേഹം പോലീസിൽ 6 മാസം മിക്കവാറും കോടതി പോണ ഈ ജോർജ് ജോസഫ് അദ്ദേഹത്തിന് രേഖകൾ വേണം, തെളിവ് വേണം. വിവരാവകാശ നിയമപ്രകാരം ഒരു കാര്യം ചോദിച്ചാൽ അത് അച്ചടക്ക ലംഘനമാണ്. പോലീസ് സേനയിൽ സ്വർണം പൊട്ടിക്കൽ അച്ചടക്ക ലംഘനമല്ല, അത് പ്രതിച്ഛായ മോശമാക്കലല്ല. ഒരു വിവരാവകാശ പ്രകാരം ഒരു കാര്യം ചോദിച്ചാൽ അയാൾക്ക് കോടതി പോകാൻ പറ്റുള്ളൂ. അത് കൊടുക്കുകയില്ല. അങ്ങനെ ചോദിച്ചാൽ അച്ചടക്ക ലംഘനമായി സസ്പെൻഷൻ 5-6 മാസമല്ല 2 കൊല്ലം സസ്പെൻഷൻ. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രശ്നം. ജോർജ് ജോസഫ് അദ്ദേഹം ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തതുകൊണ്ട് എനിക്ക് സംശയമാണ്. കാരണം പിന്നെ അദ്ദേഹം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോകാത്തത് അപ്പം തന്നെ 6 മാസത്തിനകം റീഇൻസ്റ്റേറ്റ് ചെയ്യുമല്ലോ. അതിനുശേഷം അദ്ദേഹത്തിന് വേണം ഹൈക്കോടതി പോകാമല്ലോ. അപ്പോൾ അതൊന്നും പോയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോകണം, ഇനിയെങ്കിലും അത് പോകണം. കാരണം ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഫൈറ്റ് ചെയ്യണം. ഞങ്ങളൊക്കെ അങ്ങനെ ഫൈറ്റ് ചെയ്ത് കയറി വന്നവരാ. അതിന് പേടിക്കരുത്. DGP അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവരാരും പേടി. നമുക്ക് എന്താ പേടിയെന്നറിയാമോ? താമിർ ജിഫ്രിയെ തല്ലിക്കൊന്നതിൽ ഇതേ വിഭാഗത്തിനെതിരെ ആരോപണമുണ്ട്. മറ്റൊന്ന്, എടവണ്ണയിൽ ഒരു ചെറുപ്പക്കാരനെ വെടിവെച്ചു കൊന്നു. അതിൽ ആരോപണ വിധേയരാണ് ഇവർ. അതും ആരോപണമായി മുന്നിൽ നിൽക്കുകയാണ്. അതൊക്കെ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് പോലീസ്. ഇതൊക്കെ മാമി എന്ന് പറയുന്ന ഒരാൾ തട്ടിക്കൊണ്ടുപോയി, അയാളെ അറിയില്ല എവിടെയാണെന്ന്. അതിലും ആരോപണം അജിത് കുമാറിനും പോലെയുള്ള ആളുകൾക്കെതിരെയാണ്. ഇത്രയും വലിയ ആൾക്കാർക്കെതിരെ ഈ പാവം ശ്രീജിത്ത് ഫൈറ്റ് ചെയ്യുന്നത്. അത് ശരിയാണ്. മാമിയുടെ തിരോധാനം തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ADGPയുടെ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. മാമി മാത്രമല്ല, അതിനടുത്ത് തന്നെ ഒരു പയ്യനെ തലയ്ക്ക് വെടിവെച്ച് കൊന്ന ഒരു കള്ളക്കടത്ത് നടത്തിയെന്നൊക്കെ ആരോപിക്കപ്പെട്ട ഒരു പയ്യനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആരോപണങ്ങൾ, ഇവരുടെ ഇൻ്റർഫിയറൻസ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായതിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്, ധാരാളമുണ്ട്.
പക്ഷേ ഇതൊക്കെ ഒരു ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത ഗവൺമെന്റ് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ കോടതി പോകണം, പബ്ലിക് ഇൻട്രസ്റ്റിൽ പോയേ പറ്റുള്ളൂ. അങ്ങനെ പോയെങ്കിൽ നീതി നടപ്പാക്കാൻ ഒക്കുള്ളൂ. ശ്രീജിത്ത് പോരാടിയില്ല, അദ്ദേഹം പിൻവാങ്ങിപ്പോയി, കീഴടങ്ങി എന്ന് ആരോപിക്കരുതെന്ന് മാത്രം അഭ്യർത്ഥിച്ചുള്ളൂ. റെജി ലൂക്കോസ്, അതൊക്കെ പോട്ടെ, തൃശൂർ പൂരം കലക്കി എന്ന് ആരോപണം മാത്രമല്ല, അന്നത്തെ പോലീസ് മേധാവി തുല്യം ചാർത്തിയ ഒരു റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അതിനെതിരെ ഒരു 3 തല അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അന്വേഷണം എവിടെ എത്തിയെന്നൊന്നും അറിയില്ല. ഈ പറയുന്ന അജിത് കുമാറിനെ 1 മാസം വേണ്ട, ഒരാഴ്ച സസ്പെൻഷനിൽ വയ്ക്കാൻ പിണറായിക്ക് കഴിഞ്ഞോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടില്ല സസ്പെൻഷനിൽ വെച്ചാൽ, അതുകൊണ്ട് മാത്രം. അപ്പോൾ സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കാൻ പിണറായിക്ക് അറിയാം. അത് പൂരം കലക്കിയവനായാലും സ്വർണം പൊട്ടിച്ചവനായാലും മരം മുറിച്ച് കടത്തിയവനായാലും. മരം മുറിക്കാരുടെ ഒരു പ്രത്യേകതര ഒബ്സഷൻ ഈ സർക്കാരിനുണ്ടെന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അപ്രൈറ്റ് ആയിട്ടുള്ള നീതിമാന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ സിസ്റ്റത്തിൽ രക്ഷയില്ല. അത് അംഗീകരിക്കുന്നതിന് എന്താ പ്രശ്നം? അല്ലെങ്കിൽ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണത്തിന്റെ സ്റ്റാറ്റസ് എന്താണ് സർക്കാർ പറയണം? അതിന് വരുന്നതിന് മുമ്പ് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ പറയാം. അതായത് ബഹുമാനപ്പെട്ട PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു MLA ആയിട്ട് CPM സപ്പോർട്ടിൽ നിൽക്കുന്ന ആ സമയത്ത് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിന് 6 ദിവസവും ആ പത്രസമ്മേളനത്തിൽ കേരളത്തിലെ ഇടതുപക്ഷവും CPM പ്രവർത്തകരെ ഞങ്ങളൊക്കെ ചാനലുകളിൽ അല്ലാതെയൊക്കെ പിന്തുണ കൊടുത്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൺട്രോൾ മാറി. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന ആരോപണങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന സ്വർണ്ണം പൊട്ടിക്കൽ ആരോപണങ്ങൾ. അതുപോലെ സുജിത് ദാസിനെ കുറിച്ച് മലപ്പുറം ജില്ലയെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ തുറന്നു പറയാം ഒരു മതവിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയെ കുറ്റവാളികളുടെ ഹബ്ബായിട്ട് ചിത്രീകരിക്കുന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇരുന്നൊരു ചർച്ചയിൽ ഞാൻ ഈ കണക്ക് പറഞ്ഞു. നേരത്തെ ഷാക്കിർ എന്നോട് തർക്കിച്ചല്ലോ, അതേ ഒരു അക്ഷരം പോലും വേണ്ടിയില്ല. നിങ്ങൾക്ക് സൈറ്റിൽ കയറി കാണാവുന്നേ ഉള്ളൂ. ഇത് റെജി ലൂക്കോസ് പറയുന്നതല്ല. ക്രൈം റേറ്റ് ഈച്ച് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ ആ കേരള ഗവൺമെൻറ് സൈറ്റിൽ കേട്ട ഈ സംസ്ഥാനം ഉണ്ടായ അന്ന് മുതലുള്ള എല്ലാം ഇങ്ങോട്ട് വരും. നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, ആ ബഹുമാനപ്പെട്ട PV അൻവറിന് അതേ ഉന്നയിച്ച ഏതെങ്കിലും ഒരു വിഷയത്തിൽ തെളിവ് സഹിതം ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ടോ? ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം, പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാരെ ഉന്നയിക്കാം. ഒരു തെളിവില്ലാത്ത ആരോപണമാണെങ്കിൽ സർക്കാർ എന്താണ് അന്വേഷണം പ്രഖ്യാപിച്ചത്? ഒരു തെളിവുമില്ലാത്ത വ്യാജ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചതെങ്കിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്താണ്? ഒരു MLAക്ക് ചില പ്രിവിലേജുകളുണ്ട്. അദ്ദേഹം നിയമനിർമ്മാണ സഭയിലെ അംഗമാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന പരാതികൾ അത് അന്വേഷിക്കുന്നുള്ളത് സ്വാഭാവികമായ ജനാധിപത്യത്തിന്റെയും നിയമവ്യവസ്ഥയുടെയും. അങ്ങനെ എല്ലാ MLAമാരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈ സർക്കാർ അന്വേഷിച്ചിട്ടുണ്ടോ? ഈ ഉദ്യോഗസ്ഥ സംസ്ഥാനത്ത് 140 MLAമാരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സർക്കാർ അന്വേഷിച്ചിട്ടുണ്ടോ? പരാതികൾ അന്വേഷിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സർക്കാർ നിയമസഭയിലോ അല്ലെങ്കിൽ പുറത്തോ അത് വ്യവസ്ഥാപിതമായ രീതിയിൽ അന്വേഷിക്കുന്ന ഏത് ആരോപണത്തിനെതിരെയും അന്വേഷണം നടത്തണം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിയമവ്യവസ്ഥ മുമ്പോട്ട് പോകുന്നത്? അതൊക്കെ എന്തൊരു ചോദ്യമാണ്. നിങ്ങൾ അൻവർ ഉന്നയിച്ച പരാതി അതിൽ തെളിവൊന്നുമില്ല. അദ്ദേഹം തെളിവൊന്നും ഹാജരാക്കി. തെളിവ് കൊടുക്കൽ അദ്ദേഹത്തിന്റെ പണിയല്ല, പോലീസിന്റെ പണിയാണ്. തെളിവ് കൊടുത്തില്ല. എന്താ അന്വേഷണം? തെളിവില്ല എന്ന് കണ്ട് തള്ളിയോ? എന്താ അന്വേഷണത്തിന്റെ സ്റ്റാറ്റസ്? ആ അന്വേഷണം നടത്തി ആദ്യത്തെ പ്രഥമ ദൃഷ്ടിയാ തന്നെ ആ ഓഡിയോ പുറത്തു വന്ന ഉടൻ തന്നെ വിതിൻ 48 hours കേരള സർക്കാർ അത് ബഹുമാനോട് മുഖ്യമന്ത്രി സ്ഥലത്ത് പോലുമില്ല ഈ സുജിത് ദാസിനെ സസ്പെൻഷനിലാക്കി. അത് ഓഡിയോ പുറത്തുകൊണ്ടാണ്. ഓഡിയോയിൽ പറയുന്നത് എന്താണ്? ഓഡിയോയിൽ പറയുന്നത് എന്താണ്? ഒരു SP ADGP പറ്റി എന്താണ് പറയാ, വൃത്തിയോട് പറയുന്നു. ഞാൻ നിങ്ങളുടെ അടിമയായിരിക്കാം എന്നൊരു MLAയോട് SP പറഞ്ഞു. പിന്നെ അയാളെ വിളിച്ച് എന്താണ് ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്നിരുത്തണോ സസ്പെൻഡ് ചെയ്യാതെ? അത് പുറത്തു വന്നുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. അതായത് അല്ലാതെ അൻവർ പരാതി കൊടുത്തിട്ടൊന്നുമല്ല. അജിംസ് വളരെ ക്ലേവറായ മാധ്യമപ്രവർത്തനം. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം വർഷങ്ങളായിട്ട്. അജിംസ് IPS ഉദ്യോഗസ്ഥരൊന്നും പിരിച്ചുവിടാൻ പറ്റുന്നില്ല. സസ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ? പിരിച്ചുവിടണ്ട, സസ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അത് പറ. പിരിച്ചുവിടൊന്നും വേണ്ട. മാങ്ങാ മോഷണക്കാരെ പിരിച്ചുവിട്ടാൽ മതി. മാങ്ങാ മോഷണക്കാരെ പിരിച്ചുവിട്ടാൽ മതി. സുജിത് ദാസിനെ അജിംസ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ഒന്ന് എക്സ്റ്റൻഷൻ കൂടെ കൊടുത്തു. അൻവർ പരാതി കൊടുത്തപ്പോഴല്ല, ഓഡിയോ ലീക്കാക്കിയത് തന്നെ എന്തെങ്കിലും സർക്കാർ ചെയ്യാൻ വേണ്ടിയാണ്. ഓഡിയോ പുറത്തു വിട്ട് തന്നെ എന്തെങ്കിലും സർക്കാർ ചെയ്യട്ടെ. അത്ര വൃത്തികേടാണ് അയാൾ കാണിച്ചത്. അല്ല, അന്തരീക്ഷത്തിൽ വരുന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്റെ പണി കളയാൻ പറ്റുമോ? വ്യക്തമായ രീതിയിൽ ഓഡിയോ പുറത്തു വന്നപ്പോൾ മരമുറി അന്വേഷിച്ചോ പോലീസ്? ഒറ്റ നിമിഷം. മരമുറി അന്വേഷിച്ചോ? മനമുറിയെ കുറിച്ച് പരാതിപ്പെട്ട ശ്രീജിത്തിന്റെ മൊഴിയെടുത്തോ പോലീസ്? അന്വേഷണം പോലീസ് മൊഴിയെടുത്തോ? അവരോട് ചോദിച്ചോ എന്താ കാര്യം എന്ന് ചോദിച്ചോ? അൻവറിന്റെ മൊഴിയെടുത്തോ മരമുറി? അല്ല, മരമുറി എന്ന് പറയുന്നത് SP ഓഫീസിന്റെ കോമ്പൗണ്ടിലുള്ള
ക്യാമ്പ് ഹൗസിലെ മരമുറിയല്ലേ, അതെ. ആ മരമുറിയെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തി ഈ എന്നിട്ട് ഉദ്യോഗസ്ഥൻ, ഞാൻ നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാനത് ആദ്യം പറഞ്ഞത് അടിയുറച്ചു നിൽക്കുന്നത് എന്താ അറിയോ, ഈ ശ്രീജിത്ത് പറയുന്ന ഉദ്യോഗസ്ഥൻ, അതാണല്ലോ ഇപ്പൊ സബ്ജക്ട്, അദ്ദേഹത്തിന് അത്യാവശ്യം ഒരു നീതിമാനായ ഉദ്യോഗസ്ഥൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ അന്വേഷിച്ചിട്ടാണ് പറഞ്ഞത്. അല്ലെ എനിക്ക് വേണം ആദ്യം അദ്ദേഹത്തിന് തിരുത്താൻ, അല്ലെ എതിര് പറയാം. അദ്ദേഹം കാണിച്ചതൊരു വലിയ ഫൗളുണ്ട്. അദ്ദേഹം ഒരിക്കലും രാജിവെക്കാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. പോലീസിന് ശമ്പളം കൊടുക്കുന്നത് തെളിവുണ്ടാക്കാൻ വേണ്ടിയാ. മരം മുറിച്ചോ ഇല്ലേ, അത് ആര് മുറിച്ചു എന്ന് ഇയാൾ തെളിയിക്കണോ അതോ പോലീസ് തെളിയിക്കണോ? പോലീസ് ഈ ആരോപണം ഉന്നയിച്ച അൻവറിന്റെയും ശ്രീജിത്തിന്റെയും മൊഴിയെടുത്തോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്. അയാൾ പരാതിപ്പെട്ടത് മരം മുറിച്ചിട്ടുണ്ട്. നമുക്ക് മാധ്യമപ്രവർത്തകർ പോയാലും കുട്ടിയാണ്. മരം മുറിച്ചു എന്നുള്ളത് ശരി, ആര് മുറിച്ചു? അതിൽ കേസുണ്ടോ? 2 മുറിച്ചെങ്കിൽ ആ മുറിച്ചവർക്കെതിരെ നടപടിയുണ്ടോ? പരാതി ഉന്നയിച്ചവരുടെ മൊഴിയെടുത്തോ? എന്നിട്ട് നിങ്ങൾ പറയുന്നു സർക്കാർ ഭയങ്കര സംഭവമാണെന്ന്. അജിംസ് എന്തുകൊണ്ടാ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ? അയാൾ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ തെളിവില്ലെന്ന് പറഞ്ഞത്, മരം മുറിച്ചത് അല്ലാന്ന് കൂടി ഞാൻ പറയുകയും ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ എന്തൊരു ചോദ്യങ്ങളെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അദ്ദേഹം പരാതി ഉന്നയിച്ച കേസ് എന്തായി? സർക്കാർ എന്തോ സസ്പെൻഡ് ചെയ്ത് നടപടി എടുത്തു പറഞ്ഞു. ഈ കേസ് എന്തായി? ഈ അന്വേഷിച്ച കേസ് എന്തായി? അത് ഇവരുടെ മൊഴിയെടുത്തോ? അൻവറിന്റെയും ഈ പറയുന്ന ശ്രീജിത്തിന്റെ മൊഴിയെടുത്തോ പോലീസ്? അല്ല, അത് ഈ ശ്രീജിത്ത് തന്നെ നിങ്ങളുടെ ബൈറ്റിൽ പറയുന്നുണ്ട്. അദ്ദേഹം 3 പ്രാവശ്യം വിവരാവകാശ കമ്മീഷന് അപേക്ഷിച്ചെന്ന് പറഞ്ഞു. എന്ത് മറുപടിയാ കിട്ടിയെന്നുള്ളൊരു അദ്ദേഹം പുറത്തു കൊടുത്തേ? അദ്ദേഹം അന്വേഷിച്ചല്ലേ, വിവരം കിട്ടുന്നില്ല. അദ്ദേഹം നടത്തിയ അച്ചടക്ക ലംഘനം അതാണ്. അദ്ദേഹം വിവരാവകാശ പ്രകാരം രേഖകൾ സമ്പാദിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥർക്കെതിരെയാണ്. അദ്ദേഹത്തിന് തെളിവ് വേണം. അദ്ദേഹം വിവരാവകാശ പ്രകാരം ചോദിച്ചു, മറുപടി കൊടുക്കുന്നില്ല. എന്നിട്ട് എന്റെ ചോദ്യം അല്ല, അത് പിന്നെ അയാൾ എന്ത് ചെയ്യണം? രേഖകൾ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു അയാളാണ് തെളിയിക്കേണ്ടത് ആരോപണമെങ്കിൽ അയാൾ തെളിയിക്കാൻ വേണ്ടിയാണ് ഈ രേഖകൾ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അപ്പൊ നിയമപരമായ നടപടിയായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകണമായിരുന്നു. അദ്ദേഹത്തിന് രാജിവെച്ചിട്ട് പുറത്തു വരുന്നത് പരാതി പറയണോ? ഇത്ര അച്ചടക്കമുള്ള ഒരു ഉദ്യോഗസ്ഥൻ 2 കൊല്ലമായിട്ട് അദ്ദേഹത്തെ സസ്പെൻഷനിൽ വെക്കുന്നതിനാണ് റജി. പരാതി പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ 2 വർഷമായി സസ്പെൻഷനിൽ വെക്കുന്നതിനാണ്. ആരോപണ വിധേയനായ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ കൊടുത്ത് സ്പെഷ്യൽ ഓഫീസർ പദവി കൊടുക്കുന്നതിനാണ് നിങ്ങൾ. പോലീസ് ട്രിബ്യൂണലിൽ അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ ഭാഗം ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് ഈ സേന ജോലി ചെയ്യാം. അത് അദ്ദേഹം തുനിഞ്ഞില്ല. നിങ്ങൾ അനിശ്ചിതകാല സസ്പെൻഷനിൽ വെക്കും. നിങ്ങളൊക്കെ വേണ്ടി ട്രൈബ്യൂണലിൽ പൊക്കോ അല്ലേ? നിങ്ങൾ വേണ്ടി അനിശ്ചിതകാലം സസ്പെൻഷനിൽ വെക്കും ആളുകളെ. പരാതിക്കാരെ സസ്പെൻഷനിൽ വെക്കും. എന്നിട്ട് നിങ്ങൾ വേണ്ടി ട്രൈബ്യൂണലിൽ പോയിട്ട് തിരിച്ചു കയറിക്കോ. ഞങ്ങൾ മാങ്ങാ മോഷണക്കാരെ പിരിച്ചുവിടും, മറ്റുള്ളവർക്ക് പ്രൊമോഷൻ കൊടുത്ത് ശബരിമല സ്പെഷ്യൽ ഓഫീസർ ആക്കും. അങ്ങനെയല്ല അർത്ഥമാക്കുന്നത്. അല്ല, ഇത് കേൾക്കൂ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, അങ്ങനെയല്ല. അജിംസ് വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ആരോപണം വന്നു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനെ പുറത്തു നിർത്താതുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള നിയമപരമായ ഏത് ഡിപ്പാർട്ട്മെന്റ് ഫൈറ്റ് ചെയ്യാനായിട്ട് മാർഗമുണ്ട്. അയാൾ ആരോപണം ഉന്നയിക്കുകയും അയാളുടെ മേലുദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുക്കുകയും ചെയ്തതിന് അയാൾ സസ്പെൻഷനിലായത് 2 കൊല്ലം. അല്ല, മേലുദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിനെ മനഃപൂർവ്വം സസ്പെൻഡ് ചെയ്താണെന്നും ഇദ്ദേഹത്തിന്റെ പേര് ഇല്ലാ കഥകൾ രചിച്ചെന്നും അദ്ദേഹം തന്നെ ഓഡിയോ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്തില്ല? ഞാൻ അദ്ദേഹത്തിനോടൊപ്പം അങ്ങനെയാണെങ്കിൽ SP സുജിത് ദാസ് പറയുന്നു അത് വ്യാജ ആരോപണമാണ്. സർക്കാർ എന്തിനാണ് അന്വേഷിക്കുന്നത്? അതെന്തായി? ആ മരം ആരും മുറിച്ചിട്ടില്ലേ? എങ്കിൽ ആ മരത്തിന്റെ കുറ്റിയെ എങ്ങനെയാ വന്നോടെ? അത് ആര് മുറിച്ചു? അത് കണ്ടെത്തണ്ടേ? അല്ല, മരം മുറിച്ചെന്നുള്ളൊരു വസ്തുതയാന്നേ. മരം മുറിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നു. PV അൻവർ അവിടെ പോയി ഒരു ഫുൾ ടൈം സത്യാഗ്രഹം ഇരുന്നു. ഇതൊക്കെ സത്യാവസ്ഥയാ. അത് സുജിത് ദാസിന്റെ അന്വേഷിച്ചപ്പോൾ സുജിത് ദാസ് അതിനകത്ത് തെറ്റിയതില്ല എന്നുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ സർക്കാരിനെ ചെയ്യണ്ടേ? വേറെ ആർക്കാരും മരം മുറിക്കാൻ വരുന്നുള്ളൂ. സുജിത് ദാസ് അറിയാതെ വേറെ ആരും മുറിച്ചുകൊണ്ട് പോയതാണ്. അത് ചിലപ്പോൾ മരം തന്നെ മുറിച്ച് ഇറങ്ങിപ്പോയതൊക്കെ ആയിരിക്കും. ഓക്കെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ശരി, ശ്രീ ഷാക്കിർ, റജി പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അല്ല, അങ്ങനെ വ്യാഖ്യാനിച്ചു പോകരുത്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് എടുക്കാൻ വരുവാണ്. അല്ല റജി ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. നിങ്ങൾ ദയവായിട്ട് അജിംസ് അദ്ദേഹത്തിന് സമയം കൊടുത്ത് അദ്ദേഹത്തിന് ആളുകൾക്കിടയിൽ പിന്നെ വിഷമിപ്പിക്കരുത്. കാരണം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സർക്കാരിനെ ന്യായീകരിച്ച് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അദ്ദേഹം അൻവർ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് തെളിവില്ല എന്ന് പറഞ്ഞ അദ്ദേഹം അൻവർ മരമുറിയുടെ അടുത്ത് പോയി മുറിച്ച മരത്തിന്റെ കുറ്റി കാണിക്കുന്നു. അദ്ദേഹത്തെ വെറുതെ പറയട്ടെ എന്റെ റജി, പറയട്ടെ.
നിങ്ങൾ നോക്ക്, ഇവിടെ സഞ്ജീവ് ഭട്ട് കേരളത്തിലെ സഞ്ജീവ് ഭട്ടാണോ ഇദ്ദേഹമെന്നാണ്. നിങ്ങൾ നോക്ക്, അമിത്ഷാക്കെതിരെ ഗുജറാത്ത് കലാപത്തിൽ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തിയതിനാണ് കാലങ്ങൾക്ക് മുമ്പ് 28 വർഷം മുമ്പുള്ള കേസെടുത്ത് എന്താ പറയാ നീതിന്യായ സംവിധാനത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ സഞ്ജീവ് ഭട്ടിനെ ജയിലിലടച്ചിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ ഒരു സഞ്ജീവ് ഭട്ടിനെ അല്ല പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ നിരവധി ആളുകൾ പോലീസിൽ നിന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ രാജിവെച്ച് 4 ഡിവൈഎസ്പിമാർ ഉൾപ്പെടെ രാജിവെച്ച് പോയിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, നേരത്തെ നമ്മുടെ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞാൻ ശ്രീജിത്തുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് എനിക്കിതിന് ഞാൻ കൊടുത്ത ആക്ഷേപങ്ങൾ, പരാതികൾ ബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, തെളിയിക്കണമെന്നുണ്ടെങ്കിൽ വിവരാവകാശ പ്രകാരമുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് രേഖകൾ കിട്ടണം. എവിടെ പോയി അപേക്ഷ കൊടുത്താലും അത് നൽകുന്നതിന് ഡിപ്പാർട്ട്മെന്റോ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവുന്നില്ല. അപ്പൊ എനിക്ക് മറ്റു മാർഗങ്ങളില്ല, എന്നെ കുറ്റവാളിയെ ചിത്രീകരിക്കണം. അതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന്, നേരത്തെ അജിംസ് പറഞ്ഞത്, പുറത്തുനിന്ന് മറ്റു മാർഗങ്ങളിലൂടെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കും. അപ്പൊ അദ്ദേഹത്തിന് പോലീസ് സേനയിൽ നിൽക്കാൻ സാധ്യതയില്ല. ഞാനൊരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ പോലീസിന്റെ കൊള്ളരുതായ്മകൾ, കുറ്റവാളികൾക്കാണ് പോലീസിൽ നിലയും വലിയും സൗകര്യമുള്ളതിന്റെ തെളിവ് ഒരുപാടുണ്ട്. നമ്മുടെ സന്ദീപ് ആനന്ദഗിരി ആശ്രമം കത്തിച്ച കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. RSSകാരാണ് അതിൽ പ്രതികളായിരുന്നത്. ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ RSSകാർക്ക് അനുകൂലമായി കേസ് അന്വേഷിച്ചു, കുറ്റവാളികളെ കണ്ടെത്തിയില്ല. രണ്ടാമത് പുതിയ അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചു. ആ രണ്ടാമത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റവാളികളെ കണ്ടെത്തി, പിടികൂടി, ജയിലിലടച്ചു, കുറ്റപത്രം സമർപ്പിച്ചു. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എവിടെയുള്ള അറിയോ? സസ്പെൻഷനിലാണ്. അതാണ് നമ്മുടെ കേരളത്തിലെ ഇത് ഒരു കേസല്ല, കേരളത്തിൽ ഇങ്ങനെയുണ്ട്. അല്ല, നോക്കൂ നിങ്ങൾ, അത് ആ അന്വേഷണം RSSകാർ പ്രതികളെ പിടിച്ച സത്യസന്ധമായ ഉദ്യോഗസ്ഥനെ കേരള പോലീസ് സസ്പെൻഡ് ചെയ്തിരിക്കുക, കേരള ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പിണറായി വിജയനെയും എല്ലാ ചാനലിലും ഇരുന്ന് ഇങ്ങനെ എന്താ പറയാ വെള്ളപൂശി പ്രിയപ്പെട്ട റെജി ലൂക്കോസ് നിങ്ങൾ ഇങ്ങനെ മാനം കെടരുത്. നിങ്ങൾ നോക്കി, ഈ ചർച്ച ആളുകൾ കാണുന്നില്ലേ? പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയല്ലേ? ഇവിടെ എല്ലാം ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് പോലും നിങ്ങൾ പറഞ്ഞു സൈറ്റിൽ അടിച്ചു നോക്കിയാൽ കേസുകളുടെ എണ്ണം കിട്ടും. അത് എല്ലാ വിഷയത്തിലും കിട്ടും, ഡാറ്റ ലഭ്യമാണ്. ആ ഡാറ്റ അറിയുന്ന കുട്ടികൾക്ക് ഈ ചർച്ചകൾ വഴി നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അതെല്ലാവരും എന്താ പറയാ വസ്തുതകൾ പരിശോധിച്ച് വിലയിരുത്തുന്നുണ്ട്. നിങ്ങൾ ദയവായി ഇവിടെ ഈ ആഭ്യന്തര വകുപ്പിലെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആഭ്യന്തര മന്ത്രിയും മുഖ്യമന്ത്രി ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. അതിനകത്ത് ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല. CPM ഉന്നത ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ പണി എന്താണ്? അവരാരുടെ കയ്യിലാണ് തോളിലാണ് കൈയിട്ട് നടക്കുന്നത്. നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള അതിന് താഴെയുള്ള DIGമാർ, ഞാൻ നേരത്തെ ചില ആളുകൾ പേര് പറഞ്ഞു, സുജിത് ദാസ് ഉൾപ്പെടെയുള്ള ആൾ കുറ്റവാളികൾ കുറച്ചു കാലം കൊണ്ട് പോലീസിൽ തിരിച്ചെത്തുന്നു. മാത്രവുമല്ല അവർ സ്ഥാനക്കയറ്റം കൊടുക്കുന്നു. എന്നാൽ സത്യസന്ധ ഉദ്യോഗസ്ഥർക്ക് നീതിപൂർവ്വം പോലീസിലെ സർവീസുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവർ ആത്മഹത്യ ചെയ്യുന്നതിൽ രാജിവെച്ച് പോകുന്നു. ഇതിനെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എങ്ങനെയാണ് നമ്മൾ ഇതിനെ ന്യായീകരിക്കുക? ആ പോലീസ് ഉദ്യോഗസ്ഥർ നല്ല ഉദ്യോഗസ്ഥനാണ് എന്ന് റെജി ലൂക്കോസ് തുടക്കത്തിൽ പറയുന്നു. ഞാൻ അദ്ദേഹവുമായി വളരെ വിശദമായി കാര്യം സംസാരിച്ചു. ഇതിന്റെ സത്യാവസ്ഥ അറിയണമല്ലോ. അദ്ദേഹം സങ്കടത്തോടെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മലയാളികൾ അറിയേണ്ടതാണ്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് മീഡിയ അവിടെ നിന്ന് പുറത്തുവിട്ടിട്ടുള്ളത്. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടും. ആ പുറത്തുവിടുന്ന കാര്യങ്ങൾ മനസാക്ഷിയുള്ള എല്ലാ മലയാളികളും ഉൾക്കൊള്ളും. ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, CPM നേതാക്കന്മാർ അവർ കാട്ടിക്കൂട്ടുന്ന പോലീസുമായുള്ള മാഫിയ കൊള്ളരുതായ്മകൾ ഒന്നൊന്നായി ഓരോ ദിവസവും പുറത്തു വരുന്നു. നിങ്ങൾ ഗുണ്ടാ തലവന്മാരുടെ പാർട്ടികളിൽ പോലീസിലെ ഉന്നതമായ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നു. ലഹരിമരുന്ന്, മയക്കുമരുന്ന് സംഘങ്ങൾക്ക് എല്ലാ ഒത്താശകളും കൊടുക്കുന്നു. സ്വർണം പൊട്ടിക്കൽ ടീമിന് വിവരം കൊടുക്കുന്നു. പിടിച്ചെടുക്കുന്ന സ്വർണ്ണങ്ങൾ കോടതിയിലേക്ക് കൊടുക്കാതിരിക്കുന്നു. ഇങ്ങനെ നിരന്തരമായി പറഞ്ഞോ റെജി ലൂക്കോസ്. അതായത് ആ ഉദ്യോഗസ്ഥൻ ഇന്ന് കൊടുത്ത ബൈറ്റിൽ പറയുന്നുണ്ട് തന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടായി. തന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടും ആ ഉദ്യോഗസ്ഥൻ ഇന്ന് ആ ഓഡിയോ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഷാക്കിർ കേട്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ് റെജി ലൂക്കോസ്. ഞാൻ ഹരിശ്ചന്ദ്രനൊന്നുമല്ല, എന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിരുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണത്. അതങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ റെജി ലൂക്കോസ് പെട്ടുപോയനെ. എങ്ങാനും ശ്രീജിത്ത് അത്രയും പറഞ്ഞില്ലായിരുന്നെങ്കിൽ റെജി ലൂക്കോസ് പെട്ടുപോയനെ. അതായത് ഈ ബന്ധപ്പെട്ടല്ല അദ്ദേഹത്തിന് ശ്രീ ജോർജ് ജോസഫ് നോക്കൂ, ഇത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് ഒറ്റപ്പെട്ട കേസല്ല. ഷാക്കിർ തന്നെ ഇവിടെ ചൂണ്ടിക്കാട്ടി ആത്മഹത്യ ചെയ്ത പോലീസുകാരുടെ എണ്ണം. ഡിസ്ക്രിമിനേഷൻ പറഞ്ഞാൽ മാങ്ങ കട്ടവന് പിരിച്ചുവിടുന്നു, സൈക്കിൾ കട്ടവന് തിരിച്ചെടുക്കുന്നു. ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ വ്യാപകമാണ്. അതായത് മുമ്പ് ജോർജ് ജോസഫ് ജോലി ചെയ്തുകൊണ്ടിരുന്ന പോലീസ് സേനയെ അല്ല ഇപ്പോൾ ഉള്ളത് എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. ശ്രീജിത്തിന് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നില്ല.
അത്ര മൈറ്റി പവറാണ്. ഒരു കോക്കസ് വർക്ക് ചെയ്യുന്നു. ആ കോക്കസ് പോലീസിൽ മാത്രമല്ല, പോലീസിന് പുറത്തു കടന്ന് ദുബായിലെ സ്വർണ്ണക്കള്ളക്കാർ പോലും ഈ കള്ളക്കടത്തുകാർ പോലും ഇപ്പോൾ ഈ കോക്കസിൻ്റെ ഭാഗമാണ്. അവരാണ് എതിർ ഗ്യാങ്ങിൻ്റെ വിവരം കൊടുക്കുന്നതെന്നാണ് ശ്രീത്ത് പറയുന്നത്. അപ്പോൾ നോക്കുക, ആരോടാണ് ശ്രീത്ത് ഫൈറ്റ് ചെയ്യുന്നത്? സർക്കാരിനോട്, മേലുദ്യോഗസ്ഥരോട്, വലിയ മാഫിയകളോട്. ആരെ കൊണ്ട് സാധിക്കും ജോർജ് ജോസഫ്? ഇല്ല, ശ്രീജിത്ത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്, കാരണം ഒരു എസ് പിയുടെ വസതിയിലുള്ള മരം മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ എസ് പി ആകണം. കാരണം അതിന് ആ എസ് പി നടപടിയെടുത്തില്ല. എസ് പിയുടെ പേര് പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുക്കുക. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. കാരണം സർക്കാരിന്റെ വസ്തുക്കളിലുള്ള മരങ്ങൾ മുറിച്ചു കൊടുത്തെങ്കിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു. അവിടുത്തെ എസ് ഐ അത് റിപ്പോർട്ട് ചെയ്ത നല്ല കാര്യം. ഇല്ല, കൊടുക്കാൻ കൂടെ അല്ല. ഇല്ല, അത് വേറെ ഞാൻ പറഞ്ഞ കാര്യമല്ല. അത് ബുദ്ധിപരമായിട്ട് നീങ്ങണം. ഇനി ആർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ. എസ് പിയുടെ ജോലി ചെയ്തില്ല. അയാൾ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റിലുള്ള ആ ക്വാർട്ടേഴ്സിന് ചുറ്റിലുള്ള മരം മുറിച്ച് മാറ്റിയിട്ടുണ്ടായാൽ പ്രതി, അല്ലെങ്കിൽ അയാൾ പോലീസ് റിപ്പോർട്ട് ചെയ്യണം. അത് ഇതുവരെ ആരും ചെയ്തില്ലല്ലോ. ഞാൻ ആ ശ്രീജിത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാർ ധാരാളം പേരുണ്ട്. ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ പോരെ? എസ് പി പ്രതിയാക്കി കംപ്ലൈൻറ്റ് കൊടുക്കണം, പോലീസിൽ കൊടുക്കണം. അവിടെ എടുത്തില്ലെങ്കിൽ ഇനി കൊടുത്താലും മതി. അവിടെ എടുത്തില്ലെങ്കിൽ അവിടുത്തെ എസ് പിക്ക്, ഇപ്പോഴത്തെ എസ് പിക്ക് കൊടുക്കുക. അയാളും എടുത്തില്ലെങ്കിൽ നേരെ കോടതി കൊടുക്കുക. നിയമപരമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാം കോടതി കൊടുത്തു കഴിഞ്ഞാൽ കേസ് എടുത്തിരിക്കും. അതിന് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെയാണ് ഇത് ഫൈറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ വിവരാശം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിവരാശം വേണ്ട. നമുക്ക് ഫാക്റ്റ് ഉണ്ടല്ലോ. പി അൻവറിനെ സാക്ഷിയാക്കാൻ മേലെ അങ്ങനെ അവിടെ ഒന്ന് കുത്തിയിരുന്നതല്ലേ? കസേരക്കയറി ഇരുന്ന എത്ര മരം മുറിച്ചെന്ന് അദ്ദേഹത്തിന് കണക്കുണ്ടല്ലോ. അന്ന് കണക്കും പറയുന്നുണ്ട്. അപ്പം നമ്മൾ വിദഗ്ധമായിട്ട് ഇങ്ങനെയുള്ള അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായി വളരെ വിദഗ്ധമായിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായ നടപടി കോടതിയിൽ നിന്നുണ്ടാവും. എൻ്റെ അനുഭവം അത് തന്നെ. ഇപ്പോഴും ധാരാളം പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇപ്പോഴും അത് തന്നെ അനുഭവം. അതുകൊണ്ട് ഈ പേടിച്ചോടരുത് ശ്രീജിത്ത്. അദ്ദേഹം രാജിയും വെക്കരുത്, അത് പിൻവലിക്കണം. അതേ സമയത്ത് പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുക്കണം. എസ് പിക്ക് എതിരായിട്ട് കൊടുത്തിരിക്കണം. അത് അദ്ദേഹം കൊടുക്കണമെന്നില്ല, വേറെ എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ആങ്കറായി ഇവിടെ വന്നിരിക്കുന്ന ഷാക്കീർ തന്നെ വേണേൽ കൊടുക്കുമല്ലോ. അദ്ദേഹത്തിന് ഇതേമായിട്ട് നല്ല അടുപ്പമുണ്ടല്ലോ. അങ്ങനെയാണ് നിയമപരമായി നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ ചില സമയത്ത് പറ്റത്തില്ല. ഞാനൊക്കെ സർവീസ് ഇരിക്കുമ്പോൾ 100,000 കേസ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനല്ല രംഗത്ത്, എൻ്റെ ബ്രെയിനായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം പേടിച്ചോടരുത്, തിരിച്ചു വരണം. കാരണം ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ തീർച്ചയായിട്ടും അവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫ് ആയതുകൊണ്ട് അവരെ കേരള ഗവൺമെൻറ് പിരിച്ചുവിടാൻ പറ്റില്ല. അവരെ IPS റൂൾസിനകത്ത് കൃത്യം പറയേണ്ടത് ഇതുപോലെ കാണിച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ് പരാതിപ്പെടണം. അതൊരു പബ്ലിക്കിന് പറയാൻ റൈറ്റ് ഉണ്ട്. അങ്ങനെയാണ് ഓരോന്നോരോന്നും പിടിച്ചു വാങ്ങുന്നത്. RSS മേധാവിയെ സ്വകാര്യ വാഹനത്തിൽ പോയി കണ്ട് ചർച്ച നടത്തി തൃശൂർ പൂരം കലക്കിയെന്ന ആരോപണമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കേന്ദ്ര സർക്കാരിൽ പരാതിപ്പെട്ട് അവരെ പുറത്താക്കാം എന്നൊക്കെ ജോർജ് ജോസഫ് സ്വപ്നം കാണുകയാണ്. എന്തായാലും അത്തരം വ്യാമോഹങ്ങളൊന്നും എനിക്കില്ല. നന്ദി ജോർജ് ജോസഫ്, ശ്രീ CK ഷാക്കീർ, റജി ലൂക്കോസ് ഇത്രയും സംസാരിച്ചതിന്.